ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം അതിഥി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ പ്രൊഫസറും അതുപോലെ തന്നെ വെള്ളായണി കോളേജിന്റെ ഡീനും അതുപോലെ തേനീച്ചകളുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന തേനീച്ച വളർത്തൽ തന്റെ ജീവശ്വാസമായിട്ട് കൊണ്ടുനടക്കുന്ന അത്യപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാൾ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ ദേവനേശൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ പ്രോഗ്രാം സാർ. സർ, അപ്പൊ ഈ തേനീച്ച വളർത്തലിന്റെ ഇത്ര അധികം പ്രാധാന്യം എന്താണ്? നല്ലൊരു ചോദ്യമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പരാഗണ സേവനത്തിലൂടെ ഭക്ഷ്യഭദ്രത ഉറപ്പാക്കാനും ഒരു മികവുറ്റ ജീവിതം നയിക്കാനും ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യന്റെ ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരു ജീവിയാണ് ചെറു പ്രാണികളായ തേനീച്ചകൾ. അപ്പോൾ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് ഈ തേനീച്ചകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പരാഗണം ഉറപ്പാക്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പരാഗണം നടക്കുന്ന ഒരു സസ്യത്തിലെ മികവുറ്റ ഫ്രൂട്ട്, അതിൻ്റെ സൈസിന്റെ വ്യത്യാസം, പിന്നെ അതിന്റെ എന്താ പറയാ, അതിന്റെ ഭാരം കൂടും, പിന്നെ അത് കാണുമ്പോൾ തന്നെ ഭംഗിയാ, എല്ലാവരും വാങ്ങും. അങ്ങനെ ഏതാണ്ട് 85% പുഷ്പിക്കുന്ന സസ്യങ്ങളിലും പരാഗണത്തിന് സഹായിക്കുന്നത് തേനീച്ചകളാണ്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ തന്നെ വേണ്ടുന്ന ഒരു ഷഡ്പദമാണ് തേനീച്ചകൾ. തേനീച്ചയ്ക്ക് ഇത്രയും അധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പൊതുവെ നമ്മളങ്ങനെ തേനീച്ച വളർത്തൽ എന്ന് പറയുമ്പോൾ എന്താ പറയാ, വ്യാപകമായിട്ട് കാണുന്ന ഒരു കൃഷി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് എനിക്ക് തികച്ചും പുതിയതായിട്ടുള്ള ഒരു അറിവാണ്. അതുപോലെ തന്നെ ആയിരിക്കും പ്രേക്ഷകർക്കും. പിന്നെ നമ്മുടെ സംസ്ഥാനത്തില് തേനീച്ച വളർത്തലിൽ എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട്? നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തേനീച്ച വളർത്തലിന് ഏറെ ഉത്തമമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ജൈവവൈവിധ്യം, സസ്യസ്രോതസ്. ഉദാഹരണത്തിന് തേനീച്ച വളർത്തണമെന്നുണ്ടെങ്കിൽ തേനീച്ചയ്ക്ക് വേണ്ടത് എന്താ പറയുക, അതിന്റെ ഭക്ഷണം വേണം. ഭക്ഷണം എന്ന് പറയുന്നത് പൂമ്പൊടിയും പൂന്തേനുമാണ്. അപ്പൊ അത് സുലഭമായി ലഭിക്കുന്ന സസ്യസ്രോതസ് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് നാളികേരം, തെങ്ങിന്റെ ഒരു പൂങ്കുലയിൽ 272 ദശലക്ഷം പൂമ്പൊടികളുണ്ട്. പൂമ്പൊടിയാണ് തേനീച്ചയുടെ ഭക്ഷണത്തിന്റെ മുഖ്യ ഭാഗം. അപ്പൊ പൂമ്പൊടി ഉണ്ടെങ്കിലേ തേനീച്ചയ്ക്ക് മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾക്ക് നന്നായിട്ട് വളരാനായിട്ടുള്ള അതിന്റെ ഫുഡിന്റെ എല്ലാ സ്റ്റഫും കിട്ടുന്നത് പൂമ്പൊടിയിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു സ്രോതസ് എന്ന് പറഞ്ഞാൽ 9.3 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നാളികേരമുണ്ട്. അപ്പൊ പൂമ്പൊടിക്ക് ഒരിക്കലും ക്ഷാമമില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്, തേനിന്റെ അക്ഷയഖനിയായ റബ്ബർ തോട്ടങ്ങൾ 8.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പിന്നെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം ഹെക്ടർ സ്ഥലം ഫോറസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുകൂലമായ അനന്ത സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് തേനീച്ച വളർത്തൽ. അധികം ആരും തെരഞ്ഞെടുക്കാത്ത ഒരു മേഖലയാണ് ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ തേനീച്ച വളർത്തൽ. സാറ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഞാൻ ഒരു BSc അഗ്രികൾച്ചർ കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിൽ പഠിച്ചു. അതിനെ തുടർന്ന് MSc അഗ്രികൾച്ചറിലെ എൻഡമോളജിയാണ് പഠിച്ചത്. അതായത് ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനമാണ് MScക്ക് പഠിച്ചത്. പിന്നെ PhD ചെയ്യുന്ന സമയത്ത് ഈ തേനീച്ചയിലാണ് ഗവേഷണം ചെയ്യാൻ ഭാഗ്യമുണ്ടായത്. അതായത് ഈ 91-92 കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലും തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും വളർത്തിയിരുന്ന തേനീച്ചകൾ മുഴുവൻ ചത്തൊടുങ്ങി. ഒരു അജ്ഞാത രോഗമുണ്ട്. അപ്പൊ അന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തേനും അതൊരു വ്യവസായ വകുപ്പിൽ ചേർത്തിട്ട് തേനിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അന്ന് എന്തോ കാരണം കൊണ്ട് അവർക്ക് ആ രോഗത്തിന് കാരണം നിർണ്ണയിക്കാൻ പറ്റില്ല.
ആ സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ A. മൈക്കിൾ സാറിനെ വിളിച്ച് സെക്രട്ടേറിയറ്റിൽ വെച്ച് ചർച്ച നടത്തി. കാരണം കർഷകരെല്ലാം തേനീച്ച വളർത്തൽ ഉപേക്ഷിച്ചു. കാരണം എന്താ, 95% തേനീച്ചകളും ചത്തൊടുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. ഒരു അജ്ഞാത രോഗമാണ്, എന്താണെന്ന് ഡിറ്റക്ട് ചെയ്യാനും പറ്റാതെ വന്നു. അപ്പോ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തി അന്ന് നമ്മുടെ സർക്കാർ ബി ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടി ഒരു 1,00,000 രൂപയും അനുവദിച്ച് കാർഷിക സർവകലാശാല കൊടുത്തു. അങ്ങനെയാണ് കാർഷിക സർവകലാശാല തേനീച്ചയുടെ ഗവേഷണം ആരംഭിക്കുന്നത്. ഇപ്പൊ 92 സമയത്ത് ഞാൻ PhD പഠിക്കാൻ വെള്ളായണി ചേരുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എബ്രഹാം ജേക്കബ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായി. അദ്ദേഹത്തിനാണ് ഈ തേനീച്ചയുടെ രോഗത്തെക്കുറിച്ച് ഗവേഷണം നടത്താനായിട്ടുള്ള ചുമതല വൈസ് ചാൻസലർ ഡോക്ടർ A. മൈക്കിൾ സാർ ഏൽപ്പിച്ചത്. അപ്പോ ഈ ഡോക്ടർ എബ്രഹാം ജേക്കബ് എന്ന് പറയുന്ന ആള് ഒരു കോയമ്പത്തൂർ കാർഷിക സർവകലാശാലയിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഇൻസെക്ട് പതോളജിയിൽ. അപ്പൊ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാകാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യമായി. അപ്പൊ ഞങ്ങൾ നടത്തിയ ഗവേഷണങ്ങൾ നമുക്ക് ഈ തേനീച്ച വളർത്തൽ ഒരു നല്ല തേനീച്ച വളർത്തൽ പുനരുദ്ധരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി സംസ്ഥാനത്ത്. അതിന്റെ ഈ രോഗം ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കുകയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതിന് നമ്മുടെ 14 ജില്ലയിൽ രോഗം വന്ന് തേനീച്ച മുഴുവൻ ചത്തു. ഒരു 5% തേനീച്ചകള് സർവൈവ് ചെയ്തിരുന്നു. ആ തേനീച്ചകളെ ഓരോ ജില്ലകളിൽ നിന്നും 5ഉം 6ഉം ഈ തേനീച്ചയുടെ പോക്കറ്റുകളിൽ നിന്നും തേനീച്ചയെ കൊണ്ടുവന്ന് വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ വെച്ചിട്ട് ഗവേഷണം നടത്തി സെലക്ഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഈ രോഗത്തിന് കാരണമായിട്ട് അന്ന് കണ്ടുപിടിച്ചത് തായ് സാക്ക് ബ്രൂഡ് വൈറസ് എന്ന് പറയുന്ന രോഗമാണ്. ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം 70കളിൽ തായ്ലൻഡില് ആ രോഗം പൊട്ടിപ്പുറപ്പെട്ടു. 80കളില് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തിയിരുന്ന ഇന്ത്യൻ തേനീച്ചയാണ്. ആ തേനീച്ചകളിൽ ഈ രോഗം പടർന്നു. അപ്പൊ ഇന്ത്യയിലെ തേനീച്ച വളർത്തൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായി. എന്നിട്ട് 90കളിലാണ് 91, 92 കാലങ്ങളിലാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഭയങ്കരമായിട്ട് വ്യാപിച്ചത്. ആ സമയത്ത് ഇതിന്റെ രോഗം എന്താണെന്ന് ശരിക്കും കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ PhD വിദ്യാർത്ഥിയായി ഒരു ഗവേഷകനായി അവിടെ എത്തുന്നതും ഡോക്ടർ ജേക്കബ് സാറ് എനിക്ക് ഈ തീസിസിന്റെ പ്രോബ്ലം ഈ രോഗം കണ്ടുപിടിക്കലാണ്. അതിനുവേണ്ട ഗവേഷണവുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലും സർവേ നടത്തി രോഗത്തിൽ നിന്ന് സർവൈവ് ചെയ്തിരുന്ന കോളനികളിലെ കുറെ കോളനികളിൽ വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ കൊണ്ടുവന്ന് ഒത്തിരി അതിന്റെ ജനറേഷൻ സ്റ്റഡി ചെയ്ത് F1, F2, F3. അപ്പൊ അതിൽ നിന്നൊരു സെലക്ഷൻ ബ്രീഡിംഗ് വഴി ഈ രോഗത്തെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു ന്യൂക്ലിയസ് കോളനിയെ ഡെവലപ്പ് ചെയ്തു. ആ ന്യൂക്ലിയസ് കോളനി പിന്നെ മാസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ കോസ്പോസിലേറ്റ്സ് ട്രൈ ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ കോളനികളെ ബി ബ്രീഡർമാരുടെ സഹായത്തോടെ സംസ്ഥാനത്ത് ഉടനീളം സപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ബി ബ്രീഡേഴ്സിന് ഇതിനകം നമുക്ക് വളരെ തന്നെ പരിശീലനമൊക്കെ കൊടുത്താണ്. അപ്പൊ അങ്ങനെ അവര് മാസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിലെ 8 ലക്ഷം കോളനികൾ ഉണ്ടായി. അതായത് തേനീച്ച വളർത്തൽ പുനരുദ്ധരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ഏറെ സംഭാവന ചെയ്തത് കാർഷിക സർവകലാശാലയാണ്. എനിക്ക് അതിനകത്ത് രോഗത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും പല രാജ്യങ്ങൾ സന്ദർശിക്കാനും ഈ എപ്പിമോണ്ടിയ പോലുള്ള വലിയ ഓർഗനൈസേഷൻ, അത് ഗ്ലോബൽ ആയിട്ടുള്ള തേനീച്ചയുടെ ഒരു എന്താ പറയാ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ്. അവിടെ എല്ലാം ഒരുപാട് പ്രബന്ധങ്ങൾ, പ്രത്യേകിച്ച് തേനീച്ച രോഗത്തെക്കുറിച്ച്. എന്റെ ഓർമ്മ വരുന്നത് ഫ്രൈബർഗ് എന്ന് പറയുന്ന ജർമ്മനിയില് ഒരു വലിയ പ്രബന്ധം അവതരിപ്പിച്ചു. അതായത് തേനീച്ചയ്ക്കുണ്ടായ അതായത് ഈ നമ്മുടെ ഇന്ത്യൻ തേനീച്ച ഏഷ്യൻ ബി എന്ന് പറയും. അപ്പൊ ഈ ഏഷ്യയില് തേനീച്ചയ്ക്കുണ്ടായ രോഗത്തെ കുറിച്ചുള്ള ഒരു വലിയ പ്രബന്ധമായിരുന്നു. അതിനൊക്കെ ഒരുപാട് അംഗീകാരം കിട്ടി. അപ്പൊ കാർഷിക സർവകലാശാലയാണ് ഇതിന്റെ രോഗത്തിനുള്ള കാരണം കണ്ടുപിടിച്ചത്. അവിടെ മുതലാണ് തുടക്കം. അതാണ് തുടക്കം. സർ, കേരളത്തില് എവിടേക്കാണ് ഈ തേനീച്ച വളർത്തലിന്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ പ്ലേസസിലാണ് സാധ്യതയുള്ളത്? അപ്പൊ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, ഒന്നാമത്തത് എവിടെയൊക്കെ
തേനീച്ചയ്ക്ക് ഭക്ഷണമുണ്ടോ ആ ജില്ലകളെല്ലാം ഇതിന് സൂട്ടഡാണ്. ഉദാഹരണത്തിന് എവിടെയൊക്കെ പൂമ്പൊടിയുണ്ടോ, എവിടെയൊക്കെ തേൻ, നെക്ടർ, പൂന്തേൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ, അവിടെയൊക്കെ നമുക്ക് ഇതിനെ വളർത്താം. അപ്പൊ അതിൽ വെള്ളായണി തന്നെ ഞങ്ങൾ നടത്തിയ ഗവേഷണ നിരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ സാധ്യത ഈ അതായത് റബ്ബറിന്റെ സാന്നിധ്യം അധികമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉള്ള സ്ഥലം. അതിൽ നമുക്ക് മാവേലിക്കര, കായംകുളം ആ ജില്ലകൾ, ആ ഭാഗങ്ങള് നമുക്ക് ശരിക്കും തേനീച്ചയ്ക്ക് സാധ്യത കുറവാണ്. അതേസമയത്ത് കാസർഗോഡ്, കണ്ണൂര്, പിന്നെ പാലക്കാട്, തൃശ്ശൂരിലും കുറച്ച് കുറവാണ്. കാരണം അവിടെ ഭയങ്കര കോട്ടും പിന്നെ നമ്മൾ വിചാരിച്ച പോലുള്ള ചെടികളുടെ ദൗർലഭ്യമുണ്ട്. പിന്നീട് പാല, പത്തനംതിട്ട, പിന്നെ കുളത്തുപുഴ, തിരുവനന്തപുരം, ഈ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ. പക്ഷെ ഇതില് റബ്ബറാണ് നമ്മുടെ മുഖ്യ സ്രോതസ്. കേൾക്കുമ്പോഴേ നമുക്ക് റബ്ബറിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് കൂടുതലില്ല. കാരണം റബ്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ റബ്ബർ പാലെടുക്കുന്നു എന്നുള്ളൊരു നോളജാണ് നമുക്കുള്ളത്. അതിനകത്തുള്ള ഒരു ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പാലും തേനും തരുന്ന ഒരു ചെടി എന്ന് പറയുന്ന റബ്ബറാണ്. ഹിബിയ ബ്രസീലിയൻസിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ പേര്. ചിലപ്പോൾ പ്രേക്ഷകർക്കും ഒരു പുതിയ അറിവായിരിക്കും. പാലും തേനും. അപ്പൊ പാലെങ്ങനെയാ? നമ്മൾ ലാറ്റക്സ് ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. തേന് അതും പലർക്കും അറിയത്തില്ല. തേനെന്ന് പറയുന്നത് റബ്ബറിന്റെ ഇലയിൽ നിന്ന് വരുന്നതാണ്. ആ ഇലയിൽ നിന്ന് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ റബ്ബറിന്റെ ഒരു പൊതുവെ ഉള്ള സവിശേഷത ഓരോ വർഷവും പഴയ ഇല ഒഴിഞ്ഞിട്ട് പുതിയ ഇല പുതിയ വർഷത്ത് വരും. അതിന്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഡിസംബറോടുകൂടെ പഴയ ഇലയെല്ലാം പൊഴിയും. ജനുവരിയോടുകൂടെ പുതിയ ഇല വരും. പുതിയ ഇല വരുമ്പം ആദ്യം ഒരു മഞ്ഞിച്ച ഇല വരും. ആ ഇലയില് മഞ്ഞിച്ച ഇല വന്നിട്ട് പിന്നെ ക്ലോറോഫിൽ കയറി ഗ്രീനായിട്ട് വന്നു തുടങ്ങും. ആ സമയത്ത് ഈ റബ്ബറിന്റെ ഇലയുടെ ഇലക്കാമ്പുകളിൽ ഒരു 3 ഗ്രന്ഥികൾ ഉണ്ട്. ആ ഗ്രന്ഥികൾ 3ഉം കൂടെ ജോയിൻ ചെയ്ത് ആ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ എക്സുഡേഷൻ അത് ഒരു വലിയ തുള്ളിയായി അതിൽ നിന്നാണ് തേനീച്ചകൾ പോയി തേൻ ശേഖരിക്കുന്നത്. അതിൽ പൂമ്പൊടിയുടെ ഒരു ചെറിയ സാധ്യത എന്ന് പറഞ്ഞാൽ പൂവ് അതിനകത്തുണ്ട്. പക്ഷെ പൂവെന്നല്ല, തേൻ കിട്ടുന്നത് ഇലയിൽ നിന്നാണ്. അതിലെ എക്സ്ട്രാ ഫ്ലോറൽ നെക്ടറി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ തേനിന്റെ നിർവചനം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തു. തേൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരെയും പഠിപ്പിക്കുന്നത് പുഷ്പങ്ങളിൽ നിന്നോ, സാധാരണ പുഷ്പങ്ങളിൽ നിന്നല്ലേ തേൻ കിട്ടുന്നത്, പുഷ്പേതര ഗ്രന്ഥിയിൽ നിന്നോ ഓറി വരുന്ന മധുരദ്രാവകം എന്ന് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് നമ്മുടെ ഡെഫിനിഷനെ ഒന്ന് അല്പം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ തേൻ നമുക്കിവിടെ ഈ അനന്തസാധ്യത എന്ന് പറയുന്നത് തന്നെ റബ്ബറിന്റെ സ്രോതസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത്രയും സ്ഥലത്ത് റബ്ബർ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം ആ റബ്ബർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും 10 വർഷത്തിലധികം പ്രായമുള്ള റബ്ബർ പ്ലാന്റേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ തേൻ ചൊരിയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇല വേണം. ചിലപ്പോഴൊക്കെ ഈ തേൻകാലം വരുമ്പോൾ കാലാവസ്ഥയുടെ ഒരു പ്രയാസം കൊണ്ട്, അതായത് പകലെ മുഴുവൻ ചൂട്, രാത്രിയാവുമ്പം ചെറിയ തണുപ്പ്, നേരം വെളുക്കുമ്പം ചെറുതായിട്ട് മഞ്ഞുമഴ. ഈ സമയത്ത് ഒയിഡിയം ഹീവിയെ എന്ന് പറയുന്ന ഒരു കുമിൾ ഈ ഇലയില് വളർന്നിട്ട് ഈ ഇലയെല്ലാം പിന്നെ ഒന്നും കൂടെ അൺനാച്ചുറൽ ആയിട്ട് നിലപതിക്കും. ആ സമയത്ത് പിന്നെ ഇലയില്ല. അപ്പൊ നമ്മള് കർഷകർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാന്റേഷൻ കണ്ടാൽ ഉടനെ നമ്മൾ അതിനെ പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് നല്ല പ്ലാന്റേഷനിൽ കൊണ്ടുവയ്ക്കണം. അപ്പൊ ഇഷ്ടംപോലെ ഇല വേണം അതിനകത്ത്. ആ ഇലയുള്ള നല്ല നല്ല ഫ്ലഷ് ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചാൽ ഏറ്റവും കൂടുതൽ തേന് കിട്ടുന്ന ഒരു സസ്യമാണ് റബ്ബർ. ഏതൊക്കെ വെറൈറ്റീസ് തേനീച്ചകളുണ്ട്, അതുപോലെ തേന് ഏതൊക്കെ തരം ഉണ്ട്? 2 ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേൾവിക്കാർക്കെല്ലാം, അല്ലാതെ ശ്രോതാക്കൾക്കെല്ലാം ഇത് നല്ലൊരു ചോദ്യമാണ്. ശരിക്കും നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് 5 തേനീച്ചകളാണ്. ഉദാഹരണത്തിന് പെരുന്തേനീച്ച, അതായത് തേനീച്ചകളെല്ലാം പൊതുവെ പറയുന്ന എപ്പിസ് ഇനത്തിലുള്ള ഈച്ചകളെയാണ് തേനീച്ചകൾ എന്ന് പറയുന്നത്. അപ്പൊ 5 ജനുസുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതില് 4 എണ്ണം എപ്പിസ് ഇനത്തിലുള്ളതാണ്. അതിൽ 2 എണ്ണം വൈൽഡ് സ്പീഷീസുകളാണ്. വൈൽഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ഒന്ന് എപ്പിസ് റോബീസ് എന്നാണ് പറയുന്നത്. റോബീസ് എന്നത് എപ്പിസ് ഡോർസെറ്റ.
അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വനത്തിൽ ഈ ചെടികളിലെല്ലാം തൂങ്ങിക്കിടക്കുന്ന ഒറ്റ കോമ്പോട് കൂടിയ കൂട് കൂട്ടുന്ന ഒരു സാധനം, അതാണ് റോക്ക് ബീ. അത് കറുപ്പല്ല, വലിയ വലിയ സൈസാണ്, ജയൻ ബി എന്നും പറയും. അപ്പോൾ അത് കുറെ സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻമാസ് കുത്തുന്നതാണ്. ഇതിന്റെ സൈസ് കൂടിയതായതാണ്, അതിനകത്ത് വിഷം കൂടുതലായതുകൊണ്ട് കുറച്ച് മാരകമാണ്. അതാണ് ചില കുട്ടികളെ കൊത്തി ഒത്തിരി പേര് മരിച്ചു എന്ന് പറയുന്നത്. അത് ഈ എപ്പിസ് ഡോഴ്സെറ്റ് ഇനത്തിലുള്ള തേനീച്ചകളാണ്. പക്ഷെ ഇന്ത്യയില് വനങ്ങളിലെ ചെടികളിലെല്ലാം തൂങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലാറ്റുകളുടെ സൺഷെയ്ഡില് വന്ന ഒരു കൂട് വയ്ക്കും. നമ്മളെ മനോരമ ഓഫീസിന്റെ മുമ്പില് ഒരു കൂട് കുറെ നാളുണ്ടായിരുന്നു. ഞാനത് നിരീക്ഷിച്ച് അതിനെ കൊല്ലാൻ സമ്മതിച്ചില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ ഇതെല്ലാം മൈഗ്രേറ്ററി ആണ്. അത് പിന്നെ അത് തനിയെ പറന്നു പോകുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ എവിടെ ഭക്ഷണം ഉണ്ടോ അവിടെ പോകും. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരില് അവിടെ ഒരു ബനിയൻ ട്രീ എന്ന് പറയുന്നത് എന്താ, ആല് ചെടിയിൽ ഏതാണ്ട് 150 ഇതിന്റെ കൂടുകള്. ഭയങ്കര രസമാണ്. എന്റെ ഒരു ഫോട്ടോ എന്റെ ഉണ്ട്. ആ ഫോട്ടോയിൽ നമ്മൾ കണ്ടാൽ നമുക്ക് കൗതുകം തോന്നും. പക്ഷെ ഒരു സീസൺ കഴിയും. അപ്പൊ അവിടെ എന്താ പറഞ്ഞാൽ ഈ ആൽച്ചെടി നിൽക്കുന്നതിന്റെ പുറകിലായിട്ട് ഈ പച്ചക്കറിയുടെ തോട്ടമാണ്. അവിടെ ജൈവം അത് വളരെ പ്രധാനമാണ്. കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ പച്ചക്കറി ഇടുന്ന ആ സ്ഥലത്ത് ഇവന് ഭയങ്കരമായിട്ട് ഭക്ഷണം കിട്ടും. പിന്നെ ഭക്ഷണം പച്ചക്കറി തീർന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെയും മൈഗ്രേറ്റ് ചെയ്ത് പോകും. പിന്നെ ഒരു വിചിത്രം എന്ന് പറയുന്നത് അടുത്ത സീസൺ ആകുമ്പം ഇതെല്ലാം തിരിച്ചുകൂടെ വരും. അതാണ് മൈഗ്രേറ്ററി. രണ്ടാമത്തെ ജെൻസ് എന്ന് പറയുന്നത് കോൽത്തേനീച്ച എന്ന് പറയും, എപ്പിസ് ഫ്ലോറിയ. അത് നല്ല പരാഗണ സേവനമാണ്. ചെറിയ പോമ്പാണ് അത് കൂട്ടുന്നത്, ഇത്രയും വലുതല്ല. മറ്റത് 1-1.5 മീറ്റർ വരും ഡോർസെറ്റയുടെ. ഇത് എപ്പിസ് ഫ്ലോറിയ, ലിറ്റിൽ ബി അല്ലെങ്കിൽ കോൽത്തേനീച്ച എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ തേനീച്ച. അതായത് അത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്ന മേജർ തേനീച്ചയാണത്. ആ തേനീച്ചയാണ് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലുള്ള തേനീച്ച വളർത്തലിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് ഇന്ത്യയിലും നമ്മുടെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും തായ്സാക് ബ്രൂഡിന്റെ ഇത് വന്നത്. ആ സമയത്ത് ഈ തായ്സാക് ബ്രൂഡ് ഒരിടവും ബാധിച്ചിട്ടില്ലാത്ത ഒരു സ്പീഷീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശാസ്ത്രജ്ഞന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഇറ്റലിയിൽ നിന്ന് ഒരു സ്പീഷീസ് ഉണ്ട്, ഒരു എക്സോട്ടിക് സ്പീഷീസ്, ഇറ്റാലിയൻ തേനീച്ച. അത് നമ്മള് 93 ഒക്കെ ആയപ്പം നമ്മുടെ തായ്സാക് ബ്രൂഡിന് ഒരു റെമഡി എന്നോണം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. അത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് കൊണ്ടുവന്നത്. കാരണം 80s ഇന്ത്യയിൽ അത് ഇറ്റലിയിൽ നിന്ന് വന്നെത്തിയിരുന്നു. നമ്മള് ഹിമാചൽ പ്രദേശിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല ഡോക്ടർ എബ്രഹാം ജേക്കബ് സാറ്, പിന്നെ രാജനാശാരി സാറ്, അതോടൊപ്പം തന്നെ അന്നത്തെ MB ആയിരുന്ന A. ചാൾസ് സാർ, അദ്ദേഹം ഒരുപാട് തന്നെ സഹായിച്ചു. അങ്ങനെ നമ്മളോട് കൊണ്ടുവന്ന് അതിന്റെ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി 10 വർഷം അതിന്റെ പെർഫോമൻസ്, നമ്മുടെ ഇന്ത്യൻ തേനീച്ചയും ഇറ്റാലിയൻ തേനീച്ചയും തമ്മിലുള്ള ഒരു പെർഫോമൻസ് സ്റ്റഡി നടത്തിയപ്പോൾ അത് നന്നായിട്ട് വരുന്നില്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞത് ഇവിടെ നമുക്ക് ഇന്ത്യൻ തേനീച്ചയെ മെച്ചപ്പെട്ട രീതിയിൽ അതിന് കൂടുതൽ പരിചരണം കൊടുത്ത് നല്ല വിളവ് കിട്ടത്തക്ക രീതിയിൽ ഉള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ 1994 ഒരു ഇന്ത്യ ഗവൺമെന്റുമായിട്ട്, അത് ICAR-മായി ബന്ധപ്പെട്ട് ഒരു നെറ്റ്വർക്ക് പദ്ധതി, അതിന്റെ ഒരു യൂണിറ്റ് കാർഷിക സർവകലാശാല കീഴിൽ വെള്ളായണിയിൽ ആരംഭിച്ചതിലാണ്. പിന്നീട് നമ്മുടെ ഗവേഷണത്തിന് ശേഷം ഉള്ള ബാക്കി പ്രവർത്തനങ്ങൾ അവിടെയാണ്. അപ്പൊ അതിനൊരുപാട് ടെക്നോളജീസ് നമ്മൾ ഉണ്ടാക്കി. സുസ്ഥിര തേനീച്ച വളർത്തലിനുള്ള, ആദായകരമായ തേനീച്ച വളർത്തലിനുള്ള ഒരുപാട് ടെക്നോളജീസ് അവിടെ ഉണ്ടായി. ഇനി അടുത്ത ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ചെറുതേനീച്ചയാണ്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡാമർ ബീസ് എന്നാണ് അതിന് പൊതുവെ പറയുന്നത്. ഈ തേനീച്ചയുടെ രോഗത്തെ കുറിച്ചുള്ള സർവേ നടത്താനായിട്ട് 14 ജില്ലകളിൽ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗങ്ങളിൽ ചെന്നപ്പോൾ അവിടെ ഒരുപാട് വീടുകളിലെ ആൾക്കാര് താമസമില്ല, എല്ലാവരും വിദേശത്തൊക്കെ പോയിട്ട് അവിടെ താമസമില്ല. ആ വീടിന്റെ എല്ലാം ബേസ്മെന്റില് 100 കണക്കിന് ഇതിന്റെ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ ഈച്ച പറക്കുന്നത് കണ്ടിട്ട് അതിന്റെ പടമൊക്കെ എടുത്ത് ഒരിക്കൽ ഡൽഹിയിലെ ഞങ്ങളുടെ നെറ്റ്വർക്ക് പ്രോജക്റ്റിന്റെ ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഡോക്ടർ OP ദൂബെ എന്ന് പറയുന്ന ഒരു വലിയ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ICAR-ന്റെ.
അദ്ദേഹത്തിന് ഞാനൊരു ചെറിയ ആൽബം കാണിച്ചു. കുഞ്ഞു ഫോട്ടോകളാണ്, നല്ല വലിയ ക്യാമറ ഒന്നും കൊണ്ടെടുത്തതല്ല. അത് കണ്ടപ്പോൾ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ കുറെ ഫണ്ട് തരും, ഈ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം, കാരണം ഇതൊരു വലിയ സ്പീഷീസ് ആണ്, ഇത് പരാഗണത്തിന്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനിൽ ഇവിടെയുള്ള പരാഗണത്തിന് വളരെ ഗുണകരമായ ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം OP ദുബെ സാറ് 13 ലക്ഷം രൂപ നമുക്ക് അലോട്ട് ചെയ്തു. അതിലൂടെ നമ്മുടെ ഒത്തിരി കുട്ടികളെ MSc പഠനത്തിനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളെല്ലാം വന്നു. അതിന്റെ റിപ്പോർട്ട്, അതായത് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞ കാർഷിക സർവകലാശാലയിലെ വെള്ളായണി തേനീച്ച ഗവേഷണ കേന്ദ്രമാണ് ഇപ്പൊ എന്റെ ചുമതലയില് ഈ ചെറുതേനീച്ച ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനുള്ള ഇന്ത്യക്കുള്ള സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തി. അപ്പൊ ഇത് പൊതുവെ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി അതിനെ കൈവ് ചെയ്യാൻ അങ്ങനെ പറ്റും, നമുക്ക് കൂട്ടിലാക്കാനുള്ള വിദ്യ, ഇങ്ങനെ കുറെ വിദ്യകൾ ഇതാക്കി മികവുറ്റ തേനെ ശേഖരിക്കാനുള്ള വിദ്യ. പിന്നെ ഇതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ നമ്മൾ ICR കൊടുത്തപ്പോൾ ICR ഇതിനെല്ലാം ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സ്റ്റാറ്റസ് പേപ്പർ ഓൺ സ്റ്റിംഗ്ലെസ് ബീസ് എന്ന് പറഞ്ഞൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടെ. അത് റിലീസ് ചെയ്ത ഡോക്ടർ TP രാജേന്ദ്രൻ സാർ, ആ സമയത്ത് അദ്ദേഹമായിരുന്നു എൻ്റെ ADG, അസിസ്റ്റന്റ് ഡയറക്ടർ. അദ്ദേഹം ഒരു ഉത്തരവ് തന്നെ കൊടുത്തു, ഈ സ്പീഷീസ് ഇന്ത്യയിലെമ്പാട് പരാഗണത്തിനുള്ള ഒരു വലിയ സ്പീഷീസ് എന്നുള്ള നിലയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തണം. അതായത് ആ സമയമായപ്പോൾ ഏതാണ്ട് 26 കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് നെറ്റ്വർക്ക് പ്രോജക്റ്റിൽ തേനീച്ച ഗവേഷണത്തിന്. അവർക്കെല്ലാം നിർദ്ദേശം കൊടുത്തു. ഇപ്പം ഹരിയാന, പഞ്ചാബ്, പിന്നെ മിക്കവാറും സോളാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഗവേഷണങ്ങൾ ഇതിനെക്കുറിച്ച് നടക്കുകയാണ്. അപ്പൊ നമ്മളാണ് അതിന്റെ പൈനിയർ റിസർച്ച് ചെയ്തത്. അങ്ങനെയാണ് ഈ 5 ജനുസുകളാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ് അങ്ങയുടെ ചോദ്യം. അപ്പൊ 5 ജനുസുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇതെല്ലാം പരാഗണത്തിന് സഹായിക്കുന്നതാണ്. ഈ ജനുസുകളെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ വിളകളിൽ വിളവ് വർധന ഉണ്ടാകുമ്പോൾ വളരെ സഹായിക്കും. സർ, അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസ്, ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചാബിലാണ്. അവിടെ ഒരു കാർഷിക സർവകലാശാല ഉണ്ട് ലുധിയാനയില്. അവിടെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഗവേഷണങ്ങളെ പൈനിയർ ചെയ്തവരാണ് ഒരുപാട് ഗവേഷണങ്ങൾ. അവിടെ ഇറ്റാലിയൻ തേനീച്ചയാണ്. അതിനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യ, അവിടെയൊക്കെ പൂമ്പൊടിക്കൊക്കെ ക്ഷാമം വരുമ്പോൾ കൃത്രിമ പൂമ്പൊടി ഉണ്ടാക്കാനുള്ള വിദ്യകൾ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യാനും പിന്നെ നല്ല ബെറ്റർ ട്രേറ്റ്സ് ഉള്ള കോളനികളെ ഡിവൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് സാങ്കേതിക വിദ്യ. അപ്പൊ ഒന്നാമത് നിൽക്കുന്നത് പഞ്ചാബാണ് സംസ്ഥാനം. ഇനി വിദേശത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തേനീച്ച വളർത്തലിലും തേൻ ഉൽപ്പന്നങ്ങളിലും തേൻ ഉൽപാദനത്തിലും ടോപ്പിൽ നിൽക്കുന്നത് ചൈനയാണ്. രണ്ടാമത് അർജന്റീന. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം 26ാമതാണ് നമ്മുടെ ഇന്ത്യ കടന്നത്. പക്ഷേ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അദ്ദേഹം സ്വീറ്റ് ക്രാന്തിയുടെ പേരില് ഒരു ദേശീയ ഹണി മിഷൻ ആരംഭിച്ചു. അതിനെ തുടർന്ന് നമ്മളിപ്പം 3ാമതെത്തി നിൽക്കുകയാണ്. അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ദേശീയ ഹണി മിഷൻ പദ്ധതിയിലൂടെ ഈ തേനീച്ച വളർത്തലിന് ഒരുപാട് പ്രോത്സാഹനം നൽകി. നമ്മുടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഹണി മിഷൻ ആരംഭിച്ചു. അതെല്ലാം ഫണ്ട് ഇന്ത്യ ഗവൺമെന്റിനാണ്. നമ്മുടെ കോവിഡ് കാലത്ത് പോലും കൗതുകം എന്ന് പറയുന്നത് 500 കോടി രൂപ എക്സ്ട്രാ കൊടുത്തു തേനീച്ച കർഷകർക്ക് വേണ്ടി. പക്ഷെ കേരളത്തിൽ കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ എല്ലാ സ്ഥലങ്ങളും അതായത് ഇത് നമുക്ക് ഒരുപാട് മുന്നേറാൻ പറ്റുന്നത് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിന്. ആ മെത്തേഡിന് നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ തേനീച്ചയ്ക്ക് നല്ല പരിപാലനം കൊടുക്കണം, സീസണൽ മാനേജ്മെന്റ് കറക്റ്റ് ആക്കണം, പിന്നെ അതിന്റെ രോഗങ്ങളും കീടങ്ങളും അതിനെപ്പോഴും ശത്രുക്കളാണ്. എല്ലാവർക്കും ശത്രുക്കളുണ്ടല്ലോ, തേനീച്ചയ്ക്കുണ്ട്. അപ്പൊ അതിനെ സംരക്ഷിക്കാനായിട്ട് ഉള്ള വിദ്യകൾ. പിന്നെ ഇതിനൊരു ക്ഷാമകാലമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും റബ്ബറിന്റെ ഇല വന്ന് നിൽക്കത്തില്ലല്ലോ. എപ്പോഴും തെങ്ങിന്ന് പൂമ്പൊടിയും കിട്ടത്തില്ല. അല്ലെ ഫോറസ്റ്റിലെ എപ്പോഴും ചെടികളുടെ അവസ്ഥ ഒരുപോലെയല്ല. അപ്പൊ അങ്ങനെയുള്ള വരുന്ന സമയത്ത് നമുക്ക് ക്ഷാമകാലത്തിൽ തന്നെ പൂമ്പൊടി ഇല്ലെങ്കിൽ പൂമ്പൊടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം തേനിന്റെ അഭാവം വരുമ്പം പച്ചര ലായനി കൊടുത്ത് തേനീച്ച ഹെൽത്തി ആയിട്ട് വെക്കണം.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞു 365 ദിവസവും തേനീച്ചകൾ ജീവികൾ എന്നുള്ള നിലയില് അതിന് ഭക്ഷണം വേണം, പരിപാലനം വേണം, ആരോഗ്യ സംരക്ഷണം വേണം. ഇത് നമുക്ക് ഫോളോ ചെയ്താൽ ഇത് സുസ്ഥിരമായിട്ട് ഒരു വലിയ എന്റർപ്രൈസ് ആയിട്ട് നമുക്കിത് പ്രയോജനപ്പെടുത്താം. അമ്മമാർക്ക്, തൊഴിൽ രഹിതർക്ക് ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കാൻ പറ്റുന്ന ഒരു കാർഷിക വൃത്തി എന്ന് പറയുന്നത് തേനീച്ചകളാണ്. അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത് തേന്, പൂമ്പൊടി, റോയൽ ജെല്ലി, പിന്നെ തേനീച്ചയുടെ മെഴുക്, ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നമുണ്ട്. അതിന്റെ വിളവ് വർധനവ്, പരാഗണ സേവനം. അത് വിദേശ രാജ്യങ്ങളിലെല്ലാം പരാഗണ സേവനം ഒരുപാട് അത് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയെങ്കിലും പൗണ്ട്സ് നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടി. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയുള്ള പഠനം ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എന്റെ വീടിന്റെ മുമ്പില് ഒരു ചെറുതേനീച്ച കൂടുണ്ട്. ഞാൻ ആ ഒരു കൂട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഞാൻ ചെറുതേനീച്ച നടത്തിയ ഗവേഷണത്തിന് ശേഷം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നു. ഒരു നല്ല ചൂടുള്ള ദിവസം അവന് അസ്വസ്ഥത കണ്ടിട്ട് ഞാൻ അതിന്റെ വീടിന്റെ റിസപ്ഷൻ റൂമിലെല്ലാം സിറ്റ് ഔട്ടിലേക്ക് മാറ്റി. അപ്പൊ അതിപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ ആ സിറ്റ് ഔട്ടിലേക്ക് മാറ്റിയ അപ്പൊ അവൻ ഭയങ്കര കംഫർട്ടബിൾ ആയി. അതിനെ ചൂടൊന്നും അടിക്കണ്ട. ഈ ഒരു ചെടിയുടെ ഈ ഒരു ചെറുതേനീച്ചയുടെ കൂട് ഏതാണ്ട് 1/2 കിലോമീറ്റർ ചുറ്റും നടന്ന് അവന്റെ ഭക്ഷണം അന്വേഷിക്കുമ്പോ വരുന്ന വ്യത്യാസം നമ്മുടെ തെങ്ങുകളിലെല്ലാം നല്ല 1/2 കിലോമീറ്ററിന് ചുറ്റളവില് തെങ്ങുകളിലെല്ലാം നല്ല കായ് പിടിക്കും. പച്ചക്കറികളില് അത് ഞാൻ തന്നെ ഇവിടെ പ്രവൃത്തിയിലാക്കി. എന്റെ വീടിന്റെ സൈഡിൽ ഒരു സ്പേസ്, കുറച്ച് സ്പേസ്, ഒരു സെന്റ് പോലും വരത്തില്ല. അവിടെ ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു ടെറസ്. അവിടെ ഞാൻ ചാക്കില് പയറ്, പച്ചക്കറികൾ എല്ലാം വെച്ചു. അപ്പൊ അതില് ഭയങ്കരമായിട്ടുള്ള ഈൽഡ് കിട്ടി. അതെല്ലാം ഞാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ചെറുതേനീച്ച ഓരോ വീട്ടിലും വളർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്ക് വിളവ് വർധനവിനുള്ള മികവുറ്റ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തേനീച്ചകളിലെ ഇന്ത്യൻ തേനീച്ചയും ചെറുതേനീച്ചയും മികവുറ്റ രീതിയിൽ എങ്ങനെ വളർത്തണം എന്നുള്ളതിന് വേണ്ടുന്ന ഒരു സുസ്ഥിര തേനീച്ച കൃഷി എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളായണി നടത്തിയ ഗവേഷണങ്ങളും പിന്നെ കർഷകരുടെ എക്സ്പീരിയൻസും നമ്മളുടെ ഫീൽഡിലെ എക്സ്പീരിയൻസും എല്ലാം കൂടി കമ്പയർ ചെയ്ത ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ചില മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ട് ഒത്തിരി ആവശ്യക്കാരുണ്ട്. അവർക്കെല്ലാം കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഇന്ത്യൻ തേനീച്ച വളർത്താനുള്ള സാങ്കേതിക വിദ്യയും അത് വളരെ പുതിയ രൂപത്തിലാണ്. എല്ലാം വിദ്യകളാണ്. പിന്നെ ചെറുതേനീച്ചയുടെ എങ്ങനെ കൈവേയണം, എങ്ങനെ തേന് ശേഖരിക്കണം, ശുദ്ധമായ തേൻ എങ്ങനെ എടുക്കണം, ഈ വിദ്യകളെല്ലാം ഉൾപ്പെട്ടതാണ് ഈ പുസ്തകം. ഒരുപാട് പേർക്ക് ഗുണകരമാണ്. അത് ഞങ്ങൾ റിട്ടയർ ചെയ്തതിനു ശേഷം ഞാനും ഡോക്ടർ പ്രമീള എന്റെ വൈഫാണ്. അവരും ഈ മേഖലയിൽ ഇതിന്റെ മേധാവിയായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തപ്പോ അഖിലേന്ത്യാ സംയോജിത തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിന്റെ മേധാവിയായിരുന്നാണ് അവര് ഞാൻ റിട്ടയർ ചെയ്തപ്പോ. അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടാണ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുറെ സയന്റിസ്റ്റുകളും ചേർന്നാണ്. ഡോക്ടർ ശൈലജ കെ ഇവരെല്ലാം നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത സയന്റിസ്റ്റുകളാണ്. വളരെ സന്തോഷമാണ് നമുക്ക് ഈ മേഖലയിൽ നിന്നുകൊണ്ട്. ഞാൻ ഈ മേഖലയിൽ പറയുമ്പോൾ 16 പുസ്തകങ്ങള് നമ്മുടെ കർഷകർക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി 16 പുസ്തകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റി. അതേസമയത്ത് ഫോറിൻ ആളുകൾക്കും ഒക്കെ ഗുണകരമായ 12 ചാപ്റ്ററുകൾ കാശ്മീരിലെ ഡീൻ ഡോക്ടർ എബ്രോളുമായിട്ട് ചേർന്ന് ചില പുസ്തകങ്ങൾ എല്ലാം കൂടെ 12 ചാപ്റ്ററുകൾ പുസ്തകം. അതുപോലെ കോൽത്തേനീച്ചയുടെ ഒരു ചാപ്റ്റർ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡോൾസേറ്റയുടെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാറ്റസ്, പിന്നെ ബി ഡിസീസിന്റെ നമ്മുടെ തായ്സാക് ബ്രൂഡ് ഡിസീസിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. എല്ലാം കൂടെ കർഷകർക്ക് ഗുണകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങള് വിനീതമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വളരെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തേനീച്ച കൃഷി എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാനും ഡോക്ടർ പ്രമീളയും കൂടെ ഞങ്ങളുടെ അറിവുകളെല്ലാം കൂടെ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു തേനീച്ച കർഷകരുടെ ഒരു കൈപ്പുസ്തകമാണ്.
ഈ പുസ്തകം ഉണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് ഓൺലൈനിലൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ഈ പുസ്തകം. കാരണം ഈ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിസ്ഥാനപരമായി ഇന്ത്യൻ തേനീച്ചയും ചെറുതേനീച്ചയും വിജയകരമായി വളർത്താനുള്ള എല്ലാ ടെക്നോളജിയും അതിനകത്തുണ്ട്. അപ്പൊ പ്രേക്ഷകരെല്ലാം കണ്ടല്ലോ, ഈ ഒരു ബുക്കിനകത്ത് തേനീച്ച വളർത്തൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ തേനീച്ച കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബുക്കിനകത്തുണ്ട്. അപ്പൊ തേനീച്ച വളർത്താൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും, മീൻസ് എല്ലാവരും വളർത്തണം എന്നാണ് സാറിന്റെ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവര് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് വാങ്ങിക്കുക, വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഈ ബുക്കിനകത്തുണ്ട്. പിന്നെ അതുകൂടാണ്ട് സാർ ഇതിനെ പറ്റിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്, അതുപോലെ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, അതായത് ഈ പ്രധാനമന്ത്രിയുടെ PMEGP ആ പദ്ധതി പ്രകാരം ബാങ്കില് ഇന്ന് സഹായം കിട്ടാനായിട്ടുള്ള 30% സബ്സിഡിയാണ്, ലേഡീസിനാണെങ്കിൽ 35. അതിനുള്ള പദ്ധതികൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. പിന്നെ സാങ്കേതിക ഉപദേശം, ടെക്നിക്കൽ ഗൈഡൻസ് കൊടുക്കാം. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് തേനീച്ച കർഷകരുടെ ഒരു കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനസ് എപ്പിക്കൾച്ചറിസ്റ്റിലെ ഏതാണ്ട് 2500 ലൈഫ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ ഒരുപാട് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ കോവിഡിന്റെ ഇടയ്ക്ക് തന്നെ 42 പരിശീലനങ്ങൾ ഓൺലൈനിൽ കൊടുത്തു. അതിന്റെ ഒരു വളരെ വിചിത്രമായ രീതി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരുന്ന് ഞാൻ ക്ലാസ് എടുക്കും. ഞങ്ങളുടെ ഫെഡറേഷന്റെ കേന്ദ്ര എപ്പിയറിയിൽ നിന്ന് ഈ പ്രാക്ടിക്കൽസ് എല്ലാം സൂം ചെയ്ത് സ്ട്രീം ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഈ ചെറുതേനീച്ചയുടെ ഒരു ക്ലാസ് നവസായി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് എടുത്തത് ഭയങ്കര അംഗീകാരമായി പോയി. പഞ്ചാബിലേക്ക് ഞങ്ങളൊരു ക്ലാസ് എടുത്തു. ചെറുതേനീച്ചയുടെ മാനേജ്മെന്റ്, അതിന്റെ എല്ലാ ടെക്നോളജികളും ചേർത്ത ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ്. അതിനകത്ത് ഒത്തിരി ആളുകൾ പങ്കെടുത്തു. കുട്ടികള്, കർഷകര്, അവിടുത്തെ സയന്റിസ്റ്റ്, ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അതൊക്കെ വളരെ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ കോവിഡിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എൻഗേജ് ആയിരുന്നതുകൊണ്ട് ഇതെല്ലാം ഫ്രീ സർവീസ് ആണ്. അതെല്ലാം ഫ്രീ സർവീസ് ആണ്. നല്ല സന്തോഷമുള്ള പിന്നെ ഈ തേനീച്ചയിലും തേനിലും നമ്മൾ വന്നതിന് ശേഷം എപ്പോഴും ഹാപ്പിയാണ്. അതെ, അവരുടെ കാര്യങ്ങൾ നോക്കുക, മീൻസ് A to Z എന്ന് പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. രാവിലെ എണീക്കുമ്പോൾ മുതൽ എനിക്കൊന്ന് ഇവരുടെ രാവിലെ മുതൽ ഈവനിങ് വരെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഒരുപാടുണ്ട്. അതായത് തേനീച്ചകൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കിരണം വരുന്ന ആ മുറയ്ക്ക് അവന്റെ പ്രവൃത്തി തുടങ്ങും. അപ്പൊ ആ പ്രവൃത്തി അതുപോലെ തന്നെ നമ്മൾ രാവിലെ 5 മണിക്ക് ഉണരുക. നമ്മളെ ലൈഫും അങ്ങനെ സ്ട്രീം ലൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പോവാണ്. 5-5:30 ഉണരുക, പ്രാർത്ഥനയെല്ലാം നടത്തുക, ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുക. പിന്നെ ഒരു തേനിന്റെ ഒരു പാനീയം, ഒരു ഹണി ഡ്രിങ്ക് ഉണ്ടാക്കി അത് കുടിച്ചിട്ട് കരമന, ഞാനിപ്പോ പാപ്പനംകോട ഉള്ളത്, പാപ്പനംകോട് നിന്ന് കരമന വരെ ഏതാണ്ട് 2+2 4 കിലോമീറ്റേഴ്സ് നടന്നിട്ട് തിരിച്ചു വരുമ്പോ ഈ ഹണി ഡ്രിങ്ക് എടുത്തിട്ട്, അത് ഹണി ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം പിന്നീട്. അപ്പൊ അത് ഒരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് തേൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ആ ഒരു ഉപദേശം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ഡെപ്തിൽ നമ്മൾ പറയണം. ഞാൻ ഈ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ലൂക്കോം വാട്ടർ എടുക്കുക, ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ചേർക്കുക, പിന്നെ കുറച്ച് ഇഞ്ചിയുടെ സ്ക്രേപ്പ് ചെയ്ത് അതിന്റെ ചാറ് അതിനകത്ത് എടുക്കുക, പിന്നെ ശുദ്ധമായ മഞ്ഞൾ, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ ഒരു കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് സ്ക്രേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രിങ്കായി. ആ ഡ്രിങ്കിൽ മധുരത്തിന് വേണ്ടി പഞ്ചസാരയ്ക്ക് പകരം തേനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂൺ, ചിലപ്പം 1 സ്പൂൺ ലൂക്കോം വാട്ടറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ 3 ഇഡ്ഡലി കഴിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. പക്ഷെ അത് തോന്നത്തില്ല, 2 മതി, ഇനഫ് ആവും. എന്നുവെച്ചാൽ ഈ തേന് സേവിച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഊർജം നിൽക്കുകയാണ്. അതായത് ഈ 1 കിലോ തേനില് 3200 കാലറി ഉണ്ട്. പിന്നെ അത് തേനിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം അത് ഊർജദായകമാണ്. പിന്നെ അത് എന്താ പറയാ, ആന്റിബയോട്ടിക് ആണ്, ആന്റി വൈറലാണ്, ആന്റി ഫംഗലാണ്. പിന്നെ ഇത് സൂപ്പർ ഫുഡാണ്, ഉത്തമ ആഹാരമാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രക്രിയകളും തനതായി കൺട്രോൾ ചെയ്യാൻ, വിത്തൗട്ട് എനി മെഡിസിൻ കൺട്രോൾ ചെയ്യാനുള്ള ഡൈജഷന് വേണ്ടുന്ന കാര്യങ്ങൾ, ഡൈജഷനിൽ ഇതെല്ലാം നമ്മുടെ സിസ്റ്റം നോർമലായിട്ട്
ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയുടെ അമൃതാണ് തേൻ എന്ന് പറയുന്നത്. അത് തേനീച്ചകൾക്ക് മാത്രമേ തേനുണ്ടാക്കാനായിട്ടുള്ള മികവ് ദൈവം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഒരുപാട് കൃത്രിമ തേനും വില പറഞ്ഞ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അപ്പൊ നമ്മള് എങ്ങനെയാ തിരിച്ചറിയാം? ഇപ്പൊ വിപണിയിൽ കുറെ തേനുകൾ വരുന്നുണ്ട്, കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു തേൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള തേന് എങ്ങനെയാണ് തിരിച്ചറിയാം? നമുക്ക് ശരിക്ക് ഒരാള് തേന് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ തേന് ശരിയാണോ നല്ല തേനാണോ എന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് നോക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ വിദ്യ അതാണ് പറയാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തിരിച്ചറിയാം? അപ്പൊ ആദ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സില് എടുക്കുക. ആ ഗ്ലാസ്സില് ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് ഉപയോഗിക്കാവുന്ന വാട്ടർ ശകലം, കുടിവെള്ളം. ഓക്കെ, കുടിവെള്ളം എടുത്തു. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കിട്ടിയ തേന് നല്ലതാണോ എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ അതിന്റെ റബ്ബറൊക്കെ ഉണ്ടെങ്കിൽ ആ റബ്ബർ നമുക്ക് ഒന്ന് മാറ്റിയിട്ട്, എന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ദേവ്ഹണിയാണ്. ഈ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കാണാമല്ലോ അല്ലേ? ഈ സൈഡിൽ കൂടെ നമ്മൾ തന്നെ ഒഴിക്കുന്നു. എന്താ സംഭവിക്കുന്നത് നോക്കൂ. കണ്ടോ? ആ തേൻ അടിയിൽ തന്നെ കിടക്കും. ഉണ്ടല്ലേ? ഡൈല്യൂട്ട് ആവില്ല. ഡൈല്യൂട്ട് ആകണമെങ്കിൽ അതിനെ ഇളക്കിയല്ല ഡൈല്യൂട്ട് ആവും. അപ്പൊ ഇതാണ് ശുദ്ധമായ തേൻ. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി കൂടിയത് കാരണം തേൻ എപ്പോഴും താഴെ ഒരു സ്പേസ് ആണ് നമുക്ക് ചെയ്യുന്നത്. ഇതാണ് ശുദ്ധമായ തേനിന്റെ. ഇനി നമ്മൾ എപ്പോഴെങ്കിലും അതിനെ ഇളക്കിയാൽ, സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മാത്രമേ അത് തിരിച്ചു വരത്തുള്ളൂ. പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ ഒരു ഡ്രോപ്പ് തേന് കണ്ടില്ലേ? ഇതാണ് ആ തേനിന്റെ ശുദ്ധി. ഇതാണ് കണ്ടില്ലേ? ഒരു തുള്ളി തേന് നമ്മൾ വെച്ചാൽ ആ തേന് ഇരിക്കുന്നു നോക്കൂ, അത്രയും അതുപോലെ തന്നെ ഇരിക്കും. ആ ഗോളം പോലെ തന്നെ ഇരിക്കും. ഇതാണ് ശുദ്ധമായ തേൻ. ഡെൻസിറ്റി കൊണ്ട് അതിനകത്ത് ഇരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും മായം ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് പോകും. മറ്റേത് ഗോളമായിട്ട് തന്നെ ഇരിക്കും. ഇത് രണ്ടും നമ്മൾ നോക്കിയാൽ അത് നല്ല തേനാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇനി ഈ ആർട്ടിഫിഷ്യൽ വേണമെങ്കിൽ ഇതല്ലേ, ഇത് നമ്മൾ സ്റ്റെർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, സ്റ്റെർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോകണം എന്നുള്ളത് നോക്കും. കണ്ടോ? ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത് കാണാമോ? ഇത് അത് കുറച്ച് സമയം എടുക്കും. അത് നല്ല സ്റ്റെർ ചെയ്ത് കഴിഞ്ഞാല് ഇത് ഈ വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ തേൻ പാനീയം ഉണ്ടാക്കാൻ പോകുന്നത്. തേനിന്റെ ഒരു പ്രോഡക്റ്റ്. അതൊരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്യാണ്. യു ക്യാൻ ടേസ്റ്റ് ഇറ്റ്. അത് നല്ല വെള്ളത്തിലുള്ളതാണ്, കുടിക്കാൻ. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കുടിച്ചേക്കാം. പിന്നെ ഷിനോട്ടുണ്ട് ബാക്കില്, ഷിനോട്ടിന്റെ കൂടെ വേണ്ടിട്ട് ഞാൻ കുടിക്കാം. അപ്പൊ അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോ ഒരു റോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിന് അല്പം മാറ്റണമെങ്കിൽ കാടമും കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ജിഞ്ചർ അല്പം ആഡ് ചെയ്യാം, ആ ഫ്ലേവറിന് നമ്മുടെ ഇഷ്ടമുള്ള ടേസ്റ്റിനാക്കി. പക്ഷെ ഇതെല്ലാം കോള മോഡലിൽ പോകരുത്. ഹണി ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലും ഹണി കോള എന്ന് പേര് പറഞ്ഞാൽ അത് ആരും കഴിക്കരുത്. കാരണം അതിനകത്ത് കൃത്രിമമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. നമുക്കിതിനെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് ആക്കണം. അതിനുവേണ്ടിയുള്ള വിദ്യ ഏതാണ്ട് എത്രയും വേഗം അത് പുറത്തു വരും. അതിനുള്ള എല്ലാ വർക്കും പൂർത്തിയായിട്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് ഞാൻ മൊത്തത്തിൽ കുടിച്ചു തീർത്തിട്ടുണ്ട്. നല്ല ഭയങ്കര മധുരമുണ്ട്. ഒരു ഹണീന്റെ ഭയങ്കര ഒരു ഫ്ലേവറും വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ഒറിജിനൽ തേന് കഴിക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, നല്ലോണം മനസ്സിലാക്കാൻ പറ്റിയത് കുടിച്ചപ്പോ. അതായത് നമ്മൾ പഞ്ചസാരയിലുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സിറപ്പ് നമ്മൾ എടുക്കാൻ അതിനകത്ത് പഞ്ചസാരയാണ് അടിയിരിക്കുന്നത്. നമുക്ക് ഈ തേനെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ അമൃതാണ്. അതിനകത്ത് തേനിന്റെ കോൺസ്റ്റൻസ് എന്ന് പറയുന്നതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് വരുമ്പോൾ അത് നെക്ടറാണ്. ആ നെക്ടറിനെ മാറ്റി തേനീച്ചകൾ തന്നെ
അതിനെ ഡയസ്റ്റേഴ്സ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന 2 എൻസൈമുകളുടെ സാന്നിധ്യത്തില് ഈ നെക്ടർ ഈസ് as good as sucrose, that is a complex sugar, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും മാൾട്ടോസും അടങ്ങിയ സിമ്പിൾ ഷുഗറുകളാക്കും. ഈ സൂക്രോസ് എന്ന് പറയുന്ന സൂക്രോസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര. ആ പഞ്ചസാരയെ തേനീച്ച എങ്ങനെയാ തേനാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ പഞ്ചസാര എന്ന് പറയുന്നത് കോംപ്ലക്സ് ഷുഗറാണ്. ആ കോംപ്ലക്സ് ഷുഗറിനെ സിമ്പിൾ ഷുഗേഴ്സ് ആയ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ് അങ്ങനെയുള്ള ലഘു പഞ്ചസാരകളാക്കുക. അതിന്റെ ഒരു സംസ്കൃതമാണ് ഈ തേൻ. പിന്നെ അതിനെ വേറെ പ്രോസസ് ചെയ്യും. അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെയും ഉണ്ട്. പ്രോട്ടീൻസ്, പിന്നെ അമൈനോ ആസിഡ്സ്, എൻസൈംസ്, ഇങ്ങനെയുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസ്. തേനിലുള്ള ആന്റി ഓക്സിഡൻസ് വളരെ വിചിത്രമാണ്. നമ്മൾ ദിവസവും തേൻ ശീലമാക്കിയാൽ നമുക്ക് എന്താ പറയാ, അതൊരു സൂപ്പർ ഫുഡാണ്. ഒന്ന്, നമ്മുടെ ഡൈജഷനും നമ്മുടെ ബോഡിയിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നടക്കും. ഭയങ്കര നല്ലതാണ്. പിന്നെ അതിനുള്ള ഒരു വളരെ സവിശേഷത റീജുവനേഷൻ ഓഫ് സെൽസ്. അതായത് എന്തെങ്കിലും ഒരു വേണ്ടാത്ത ഒരു സെല്ലിന്റെ ഒരു ഗ്രോത്ത് വന്നാൽ അതിനെ ഒരു ഫ്രീ റാഡിക്കൽ വന്ന് അവനെ ദൂരെ മാറ്റിയിട്ട് പുതിയൊരു സെല്ലിനെ അവിടെ വയ്ക്കും. അതാണ് ഈ തേന് റെഗുലറായിട്ട് കഴിക്കുന്ന ഒരാളുടെ. എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാം, കൊച്ചുകുട്ടികൾക്ക് വരെ കഴിക്കാം. നിങ്ങൾക്ക് അറിയാലോ, ഈ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നമാണ് ഡൈജഷൻ. ആ സമയത്ത് നമ്മൾ നോർമലി ഒരു പീഡിയാട്രിഷ്യനെ കണ്ടാൽ അവർ തരുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കെമിക്കലാണ്. അതെന്താ, as good as എൻസൈം. പക്ഷെ അത് കൃത്രിമമാണ്. പക്ഷെ തേനിലുള്ള ഡയസ്റ്റേഴ്സ് ഇൻവെർട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഒക്കെ ഒരു കുട്ടിയുടെ ഭക്ഷണം നോർമലായിട്ട് ദഹിക്കാനുള്ള ആവശ്യമുള്ള സാധനമാണ്. ഒരു 1/4 സ്പൂൺ കൊടുത്താൽ മതി. അങ്ങനെ കിട്ടിയാൽ എന്താ, ആ ദഹനം കഴിഞ്ഞാൽ കുട്ടി പുറത്തു പോകും. പുറത്തു പോയാൽ കുട്ടിക്ക് വിശക്കും, ഉടനെ കുട്ടി ഭക്ഷണം കഴിക്കും. ഇതാണ് അതിന്റെ മെക്കാനിസം. അപ്പൊ അതുകൊണ്ട് എല്ലാ ഏജിലുള്ളവർക്കും തേൻ ശീലമാക്കിയാൽ നല്ല ആരോഗ്യകരമായ ഒരു വെൽനെസ് ഇൻ ലൈഫ്. അത് ഈ തേന് നമ്മൾ നിത്യവും ശീലമാക്കിയാൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. തേൻ ഇഷ്ടം പോലെ സേവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളെല്ലാം തേന്, പക്ഷെ ശുദ്ധമായ തേൻ കിട്ടും. അതാണ് നമ്മുടെ വെല്ലുവിളി. അതിനാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ റിയൽ ആയിട്ടുള്ള കർഷകരിൽ ഉള്ള തേനിനെ നമ്മുടെ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പ്രക്രിയ തേനീച്ച കർഷകരുടെ കൂട്ടായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് എത്രയും വേഗം സാധ്യമാകട്ടെ എന്നുള്ളതാണ് സന്തോഷം. അത് പ്രേക്ഷകർക്കും വലിയൊരു കാര്യമായിരിക്കും. കാരണം നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഉള്ള തേൻ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ക്വാളിറ്റിയെക്കാളും അതായത് ഈ നാച്ചുറൽ പ്യുവർ ഹണി കിട്ടുന്നതാണ് പ്രാധാന്യം. ഈ തേന്, അതായത് ഈ ചൈനീസ് പഞ്ചസാര ചേർന്ന തേന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കിട്ടുന്നു. കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന തേനെല്ലാം ഇത്തരത്തിലുള്ള, അതായത് 25 മുതൽ 50 രൂപയില് 1 ലിറ്റർ തേൻ കിട്ടും. പക്ഷെ നമുക്ക് ശുദ്ധമായ കർഷകൻ പാടുപെട്ടുണ്ടാക്കുന്ന തേന് പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. ആ തേന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേബർ അതിനകത്തുണ്ട്, ഒരുപാട് കർഷകരുടെ ശ്രമമുണ്ട്. അപ്പൊ ഒരു 800 രൂപ 1000 രൂപ കിട്ടിയാലേ ആ ശുദ്ധമായ തേന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത്രയ്ക്കുള്ള ജോലിയുണ്ട് അതിന്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള തേന്, മികവുറ്റ തേന്, അതിന് ഗ്യാരണ്ടി ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നമ്മുടെ ഒരു ശാസ്ത്രീയ അറിവ് വെച്ചിട്ട് കർഷകരുടെ ശുദ്ധമായ തേന് എടുക്കാനായിട്ടുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ കൊടുക്കുകയാണ്. ഏറ്റവും തേന് മികവുറ്റതാക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഫീൽഡിലെ പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള തേനിനെ നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലും ഇതര ജില്ലകളിലും നമ്മൾ ആളുകൾക്ക് വേണ്ടുന്നവർക്ക് മാത്രം ലഭ്യമാക്കുക. കാരണം അത് ദാറ്റ് ഈസ് as good as a medicine. ആ മെഡിസിനെ നമ്മൾ മെഡിസിനായിട്ട് തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് ഹണി ഡ്രിങ്ക് ആയാലും വേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായാലും ഏതായാലും ഏറ്റവും മികവുറ്റ രീതിയിൽ. അതായത് അതിനകത്ത് വേറെ ഒരു മിഡിൽ മാൻ ഇല്ല. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ നല്ല തേനിന്റെ ഒരു നിർവചനം വന്നാൽ ഇറ്റ് ഈസ് അൺടച്ച്ഡ് ബൈ ഹ്യൂമൻ ഹാൻഡ് എന്നാണ് പറയുന്നത്. എന്നാൽ അതിനകത്ത് വേറെ ഒന്നും കയറാൻ പാടില്ല, തനതായി കൊടുക്കണം. ഇപ്പൊ ഹണി ഡ്രിങ്ക് കഴിച്ചല്ലോ, വാട്ട് യു ഫീൽ ലൈക്ക്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ശുദ്ധി. ആ തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ
മാർക്കറ്റിംഗ് ഒന്നും ഒരു പ്രശ്നമല്ല. ഇത് ആവശ്യക്കാർ മാത്രം വാങ്ങിക്കുക. പക്ഷെ അവരുടെ അങ്ങനെയുള്ള ആളുകളുടെ വെൽനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആവശ്യക്കാരെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ എല്ലാവരും തന്നെ ആവശ്യക്കാരായി മാറും എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ആവശ്യം അവരുടെ ആരോഗ്യം എന്നുള്ളൊരു സംഭവം എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഈ ഒരു സാറിന്റെ ഒരു ഇന്റർവ്യൂവിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഒറിജിനൽ തേൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പൊ സാർ കാണിച്ചു തന്നു. ഇനിയും ഈ ഒരു പ്രോഡക്ട്സ് കൂടുതൽ വിപുലമാവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരു സെന്റൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ പ്രായമായ ആളുകളിലല്ല വരുന്നതാണ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന ഒരു കഫക്കെട്ട്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരുപാടുണ്ട് ഈ കാലാവസ്ഥയിൽ. അതിന് ഉള്ള ഒരു ഒറ്റമൂല്യം എന്ന് പറയുന്നത്, നോക്കൂ, നമ്മള് ബ്രഷ് ചെയ്ത് രാത്രി കിടക്കുമ്പോൾ ഒരു 1/4 സ്പൂൺ തേൻ വായിലോട്ട് എടുത്തിട്ട് അത് കുടിച്ചിറക്കുന്നത്, അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുന്നു. അപ്പൊ നമ്മുടെ തൊണ്ടയില് താഴോട്ട് ഈ തേനിന്റെ ലെയർ അങ്ങനെ നിൽക്കും. എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന കഫം അത് ബാക്ടീരിയയാണ്, അത് ഇന്നാക്ടിവേറ്റ് ചെയ്യപ്പെടും. പിന്നെ അവിടെ പാർശ്വഫലങ്ങളില്ല, ആ ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് വരുന്നില്ല. നാച്ചുറൽ ആയിട്ട് അവന് ഒരാഴ്ച നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ച് വളരെ ക്ലിയർ ആയിട്ടിരിക്കും. അത് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരുള്ള വീടുകളിലെല്ലാം ഞാൻ ഒരുപാട് പേർക്ക് പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് പേർക്ക് ഉപദേശിച്ചു. അവരെല്ലാം പിന്നെയും ഒരു പുനർജന്മം കിട്ടിയതുപോലെ പിന്നെയും നല്ല വയസ്സായ അമ്മമാര്, പുരുഷന്മാര് ഇങ്ങനെ കുറച്ച് വിഷമത്തിലിരിക്കുന്നവർക്ക് തേനെ ഇവിടുന്ന് എത്തിക്കും. കാരണം പ്യുവർ തേന് വേണം. ഏതൊന്നും മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ ശരിയാവില്ല. ആ പ്യുവർ തേന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ ആന്റിബയോട്ടിക്, ആന്റി വൈറലാണ്, ആന്റി ഫംഗലാണ്. ഇത്രയുള്ള ഒരു ഉൽപ്പന്നം എവിടെ ഉണ്ട്? കിട്ടാന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത് കുട്ടികൾ തുടങ്ങി ആയവരിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ഘടകമാണ് ഈ നാച്ചുറൽ ഹണി എന്ന് പറയുന്നത്. പിന്നെ സാർ, ഇപ്പൊ ഞാനൊരു തുടക്കക്കാരിയാണെന്ന് വെക്കാം. അപ്പൊ എനിക്ക് ഈ ഒരു തേനീച്ച വളർത്തലിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അത് എങ്ങനെ ചെയ്യണം? പിന്നെ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് രീതികളൊക്കെ എങ്ങനെയാണ്? അത് നല്ല ഒരു ചോദ്യമാണ്. അതായത് നമ്മള് തുടങ്ങാനായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പരിശീലനം വേണം. ബീ കീപ്പേഴ്സ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനം, അതിനൊരു സിലബസ് ഒക്കെ നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ മിഷൻ NHM ഇന്ത്യ തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പണ്ടൊരു 7 ദിവസത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇപ്പൊ അതിനൊരു 5 ദിവസം ആക്കിയിട്ടുണ്ട്. ആ പരിശീലനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിനുള്ള എല്ലാ അറിവുകളും കൊടുക്കുക. അങ്ങനെയുള്ള അറിവ് നേടുന്നവര് അവർക്ക് വേണമെങ്കിൽ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് തന്നെ ആയിരിക്കാം. നമ്മൾ ഒരുപാട് പരിശീലനം നടത്തിയിട്ടുണ്ട്, ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പരിശീലനത്തില് എന്താണ് തേനീച്ചകൾ, തേനീച്ചയുടെ ബയോളജി എന്താണ്, തേനീച്ചയുടെ മോർഫോളജി എന്താണ്, തേനീച്ചയുടെ ഫിസിയോളജി എന്താണ്, ഇങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് പറയുന്നത്, ഒരു തേനീച്ചയുടെ കൂട് കണ്ടാൽ ആ തേനീച്ചയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ, നോർമൽ ആയിട്ടുള്ള തേനീച്ചയിലുള്ള സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു ഇൻസെക്ടിന്റെ അറ്റാക്കാണ്. അത് അപ്പൊ തിരിച്ചറിയാൻ ഈ കർഷകർക്ക് കഴിയണം. പിന്നെ മികവുറ്റ തേനെങ്ങനെ നമുക്ക് ഉണ്ടാക്കണം, അതിനുള്ള മുഴുവൻ പരിശീലനം. പിന്നെ തേനീച്ച എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. തേനീച്ച എപ്പോഴും തേനീച്ചയുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തേനീച്ചയ്ക്ക് ഒരു വിഷസഞ്ചിയും ഉള്ളതുകൊണ്ട് തേനീച്ച ബുദ്ധിയാണ് രക്ഷപ്പെടുന്നത്. നമ്മളെ വേദനിപ്പിക്കും, അവനെ വേദനിപ്പിക്കുമ്പോൾ അപ്പൊ നമ്മളെ അതിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ തേനീച്ചയ്ക്ക് വേദന കൂടാതെ, തേനീച്ച ഒരിക്കലും വേദനിപ്പിക്കാതെ നമ്മൾ ബീസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പരിശീലനം നമുക്ക്. ആ പരിശീലനമാണ് ബീ കീപ്പേഴ്സ് ഓറിയന്റേഷനിൽ കൊടുക്കുന്നത്. ഒരു കൂട് തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കൂടിന് എന്തോ പ്രശ്നമുണ്ട്, ഈ കൂടിന്റെ രോഗമുണ്ട്, ഈ കൂടിന് കീടങ്ങളുടെ ആഗ്രഹമുണ്ട്. എപ്പോഴും തേനീച്ചയ്ക്ക് 2 രോഗങ്ങളുണ്ട്, കീടങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഒരു കർഷകന് തന്നെ മനസ്സിലാകണം. അത് 1. 2, ശാസ്ത്രീയമായി വേണം. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തെറ്റായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അത് ശാസ്ത്രീയമായിട്ടുള്ളതല്ല, അത് അറിവ് തുലവും കുറഞ്ഞതാണ്. അങ്ങനെ തെറ്റായിട്ട് പഠിപ്പിക്കുക. ഈ തേനീച്ചയ്ക്ക് തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കൂടിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരു ISI കൂട്, ISI കൂടുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിർദ്ദേശിച്ച ഒരു കൂടാണ്. അങ്ങനെ കൂടുണ്ടാക്കാവൂ. ഞാനിപ്പം ഈ സംസ്ഥാനത്ത് എനിക്ക് വളരെ ദുഃഖം തോന്നിയത്,
ചില ഈ കൂട് കച്ചവടക്കാര് അവര് ഒരു കൂടിന്റെ അടിയിലുള്ള തട്ടിലെ ഒരു പീസ് 10 രൂപ ചെലവാന് വരെ വരും. ആ പീസിനെ മാറ്റി ആ പീസ് അവിടെ വെക്കുന്നില്ല. അത് ഭയങ്കര കുഴപ്പം വരും. അതായത് ബ്രൂട്ട് ചേമ്പറിന്റെ താഴെ ഒരു പീസുണ്ട്, നമ്മളിവിടെ വെച്ചിരുന്നല്ലോ. ശരിക്ക് ഇതാണ് ഒരു തേനീച്ചക്കൂടിന്റെ മോഡല്. അപ്പോ ഇതിനകത്ത് ഇതാണ് ബ്രൂട്ട് ചേമ്പർ. ഇതെല്ലാം ഹണി ചേമ്പർ. ഇപ്പൊ ഒരെണ്ണേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ, പക്ഷെ 5 ഹണി ചേമ്പർ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഇപ്പം ചില ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത്, നോക്കൂ, ഇതിനകത്ത് 6 ഫ്രെയിം ഉണ്ട്. ഈ 6 ഫ്രെയിമും ബ്രൂട്ട് ചേമ്പറിലുണ്ട്. അതുപോലെ ശരിക്കും ഹണി ചേമ്പറിലും 6 ഫ്രെയിം ഉണ്ട്. പക്ഷെ 3 ഫ്രെയിം 4 ഫ്രെയിം ഇട്ടിട്ട് തേനിന്റെ മികവ് കുറച്ച് കളയും. ഈ ഫ്രെയിമില് അവർ ചെയ്യുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത് ഈ ഒരു പീസിനെ അങ്ങ് എടുത്ത് കളയും. അപ്പൊ ഈ പീസിന് ഇത് തേക്കിലുള്ള സാധനമാണ്. ഈ പീസിന് 10 രൂപ വരും ചിലപ്പോൾ വില. അപ്പൊ 6 എണ്ണം വരുമ്പം 60 രൂപ ലാഭിക്കാം. ഇനി മുകളിലോട്ടുള്ള പീസുകളിൽ ഇതുപോലെ പീസുകൾ മാറ്റി വയ്ക്കുന്നു. അത് അൺസയന്റിഫിക് ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തേനിന്റെ തട്ടുകളിലും കാണില്ലേ, തേൻ തട്ടിലും നമുക്ക് നോക്കൂ, ഈ തട്ടിലും ഈ പീസിനെ അങ്ങ് എടുത്ത് കളയും. അത് അൺസയന്റിഫിക് ആണ്. അത് ലോങ് റണ്ണില് ശാസ്ത്രീയമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും തേനീച്ചയ്ക്ക്. അപ്പൊ തേനീച്ചയുടെ ബി സ്പേസ് എന്ന് പറയുന്ന ഒരു തത്വം അനുസരിച്ചാണ് ഈ കൂടെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂട്ടൺ സൈവൺ. അത് നമുക്കൊരു വിഷ്വലിൽ കാണിച്ചു തരാം. ഇവിടെ എല്ലാം തേനീച്ചയുടെ തന്നെ ഉദരത്തിൽ നിന്ന് വരുന്ന ഒരു മെഴുകുകൊണ്ട് ഒരു ഹെക്സഗണൽ സെൽ ഉണ്ടാക്കും. നിങ്ങൾക്കറിയില്ല, ഹെക്സഗണൽ സെല്ലാണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലവും വേസ്റ്റ് ചെയ്യാനില്ലാതെ ഫുൾ യൂട്ടിലൈസേഷൻ ആണ്. അതാണ് അവരെല്ലാം എഞ്ചിനീയേഴ്സാണ്. തേനീച്ചകളെല്ലാം എഞ്ചിനീയേഴ്സാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയാൽ, റെക്ടാങ്കുലർ ആയാൽ, അല്ലെങ്കിൽ പെന്റഗൺ ആയാൽ, ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഹെക്സഗണൽ 6 സൈഡുള്ള ഷേപ്പിലാണ് കൊമ്പിന്റെ പടം കാണിച്ചിരിക്കുന്നില്ലേ ആ ബുക്കില്. അതേപോലത്തെ സെൽസ് എല്ലാം കൂടെ കൂടി വയ്ക്കുമ്പോൾ ഒരു സ്ഥലവും വേസ്റ്റ് ഇല്ലാതെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. അതെന്തിനാണ് ഗുണം ചെയ്യുന്നത്? മാക്സിമം നമ്പർ ഓഫ് സെൽസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം, പരമാവധി തേന് അവിടെ ശേഖരിക്കാം, പരമാവധി പൂമ്പൊടി ശേഖരിക്കാം. ഇതിനെല്ലാം കൂടെ വേണ്ടി തേനീച്ച എഞ്ചിനീയേഴ്സ് ചെയ്ത ഒരു ഡിസൈനാണിത്. ദാറ്റ് ഈസ് അഗൈൻ ഒരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. ഹണികോംബ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ തേന് ശേഖരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടുന്ന് ഇതിന്റെ ഒരു പീസ് അങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്യാനായിട്ട്. അങ്ങനെയല്ല, നമ്മൾ സ്ട്രക്ചറിൽ നിന്ന് മാറുന്നില്ല. ഇത് ബി സ്പേസ് എന്ന് പറയുന്ന തത്വം കൊണ്ടാണ് അത് വരുന്നത്. ആ തത്വത്തിൽ തന്നെ നമ്മൾ നിന്ന് ഈ കൂടിന്റെ മാനേജ്മെന്റ്, കൂട് ഉണ്ടാക്കുന്ന രീതി, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്താലേ അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ശുദ്ധമായ തേന് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ലഭ്യമാക്കാനായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിക്കാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് സാധ്യമാവട്ടെ, ഞങ്ങളിൽ എല്ലാവരിലേക്കും അത് എത്തിച്ചേരട്ടെ. എന്തായാലും അതൊരു വലിയ ഗുണകരമായ ഒരു വലിയ ദൗത്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ആൾക്കാരുടെ ആരോഗ്യത്തിന്, ആൾക്കാരുടെ വെൽനെസ്സിന് വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ സത്യസന്ധമായിട്ട് വളരെ സന്തോഷമല്ലേ? വളരെ സന്തോഷം. പിന്നെ അതുപോലെ സാർ, ഇപ്പൊ ഈ തേനീച്ച വളർത്തലില് വേണ്ടി വരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു ചോദ്യമാണ്. തേനീച്ച വളർത്താനായിട്ട് തേനീച്ചയ്ക്ക് ആദ്യം ഒരു ഷെൽട്ടർ വേണം. അതാണ് ഈ കൂട്. അപ്പൊ അതിന് നല്ല സുരക്ഷിതമായ ഒരു കൂട് വേണം. പിന്നെ നമ്മൾ തേനീച്ചയെ മാനേജ് ചെയ്യാൻ എന്തൊക്കെ വേണം? തുടക്കക്കാരായ കർഷകര് സാധാരണഗതിയില് നമുക്കൊക്കെ പേടിയുണ്ടല്ലോ, തേനീച്ച കുത്തും. അപ്പൊ കുത്തുമ്പം നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടും, നീരൊക്കെ കയറും. അതുകൊണ്ട് ആദ്യം നമ്മുടെ മുഖത്തിനെ ഒന്ന് സംരക്ഷിക്കാനുള്ള ബീവേൽ എന്ന് പറയും, മുഖം മൂടി, നമുക്ക് മുഖത്തിലൊന്നും കുത്ത് കിട്ടാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. രണ്ടാമത് നമ്മൾ ഈ കൂടിന്റെ ഇതാണ് അതിന്റെ വാതില് ആണല്ലേ, ഇതാണ് അതിന്റെ വാതില്. ഇവിടെ കൂടെയാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഒരു സ്മോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം. അതൊന്നുമില്ല, ചകിരിയില് ഒന്ന് തീ കൊളുത്തി ഒരു വെല്ലോസ് കൊണ്ട് അടിക്കുമ്പോൾ, ഞാനത് അതിന്റെ വിഷ്വൽ കാണിക്കാം. വെല്ലോസ് കൊണ്ട് അടിക്കുമ്പോൾ പുക വരും. ആ പുകയെ ഒരു 3 പഫ് ഇങ്ങനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ചയ്ക്ക് ഉടനെ ഫീൽ ചെയ്യും
എനിക്ക് ഭക്ഷണം തരുന്ന ആള് വന്നിരിക്കുക, ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഭക്ഷണം തരുന്ന ആള് വന്നിരിക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പർ ലിഡ് എടുത്തു മാറ്റി സുരക്ഷിതമായി വച്ചതിന് ശേഷം നമ്മുടെ ഓരോ കോമ്പും നമ്മൾ എടുക്കുകയാണ്. എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ജെന്റിലായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു ഈച്ചയ്ക്കും അവന്റെ ശരീരത്തിൽ മുട്ടരുത്. ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ഈച്ചയോടുകൂടെ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം, ഇതാ ഇങ്ങനെ നോക്കാം, ഒന്നും ചെയ്തില്ല. അപ്പം ആ ഇവിടെ ഭയങ്കര പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്മോക്ക് കൂടെ എന്റെ മുകളിൽ കൊടുക്കാം. അപ്പൊ അവൻ ജെന്റിലാവും. ഈ സ്മോക്ക് ഇവനെ ഒന്ന് ശാന്തമാക്കി ഇരുത്താനുള്ള ഒരു സാധനമാണ്. അതേസമയത്ത് അവനെ നമ്മളിവിടെ ഒരെണ്ണം ഞെങ്ങിപ്പോയി, ചിലപ്പോൾ നമുക്ക് കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കരുത്. ഇങ്ങനെ നോക്കി എന്ത് ചെയ്യും, ഇവിടെ എല്ലാം മെഴുകൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഭാരമുണ്ട്, തേന് നിറഞ്ഞിരിക്കുകയല്ലേ, ആ താഴത്തേക്ക് പോയാൽ നമ്മൾ മാസമായിട്ട് വന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഹാൻഡ്ലിങ്ങിന്റെ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ട് ഇതിന്റെ ഈ ബ്രൂട്ട് ചേംബർ എന്ന് പറയുന്ന ഈ ചേംബർ, അതായത് അടിത്തട്ട്, ഈ അടിത്തട്ടിനെ നമുക്ക് ഇതിന്റെ മുകളിൽ എടുത്തിട്ട് ഈ അടിപ്പലകെ വളരെ ക്ലീൻ ആക്കി വെക്കണം. ഇതിന്റെ മുകളിലൊക്കെ ചിലപ്പം ചില പുഴുക്കള് ഈച്ചകൾ ചത്ത് കിടക്കും, മഴയത്ത് ചിലപ്പം വെള്ളം വീണിട്ട് ഫംഗസ് ഒക്കെ വരും. അപ്പൊ ഇതിനെ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി ഇത് ക്ലീൻ ആക്കി വെക്കുക. ദിസ് ഇസ് ദ ബ്രൂട്ട് ചേംബറിന്റെ അടിപ്പലക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ബ്രൂട്ട് ചേംബർ എന്ന് പറയുന്ന ഈ ചേംബറാണ് എപ്പോഴും പുഴു വളർത്താനും മുട്ടയിടാനും വേണ്ടുന്ന സാധനം. അപ്പൊ ഇതിനെ ക്ലീൻ ആയിട്ട് വെക്കണം. ഏതെങ്കിലും ഒരു കോമ്പില് ഈച്ച ഇല്ലാതിരുന്നാൽ, ഇപ്പൊ പ്രത്യേകിച്ച് തേനീച്ചയുടെ തേൻകാലം കഴിഞ്ഞിട്ട് ക്ഷാമകാലത്തേക്ക് കയറുകയാണ്, ഏതെങ്കിലും ഈച്ച ഇല്ലാത്ത ഒരു മെഴുക് കോമ്പ് അവിടെ ഇരുന്നാൽ അത് ഹെൽത്തി അല്ല, അതിലുടനെ മെഴുക് പുഴു വരും. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ കട്ട് ചെയ്ത് മാറ്റണം, ക്ലീൻ ആക്കി വെക്കണം. എന്നിട്ട് അതിനെ ഈ സൈഡിലിട്ട് കൊടുത്താൽ മതി. അവരെ സമയം വരുമ്പോൾ അവ അവിടെ പുതിയ കോമ്പ് കെട്ടിക്കൊള്ളും. അപ്പൊ ഇതിന്റെ അതായത് ഈ തേനീച്ചയുടെ ഒരു കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരു ജീവിയാണ്, വളരെ വൃത്തിയുള്ള ഒരു ജീവിയാണ്. അപ്പം ഇനി വേറൊരു കാര്യം, ചില കർഷകർ എന്ത് ചെയ്യും, ഇപ്പൊ എല്ലാവരും നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്തും തേനീച്ചയെ മൈഗ്രേറ്റ് ചെയ്ത് തേനെടുത്തോണ്ടിരിക്കുകയാണ്. ആ തേനെടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാശ് കിട്ടും. അത് കഴിഞ്ഞോണ്ടേ അവിടെ ഉപേക്ഷിച്ചിട്ട് കളയും, കൂടിനെ അവിടെ കളഞ്ഞിട്ട് പോകും. കാരണം മികവ് കുറഞ്ഞ കൂട് അവർക്ക് ചിലപ്പോൾ 50 രൂപയുടെ വിലയായിരിക്കും അതിനകത്ത്. തേനെല്ലാം എടുത്തു കഴിഞ്ഞല്ലോ, അവനെ അവിടെ ഇട്ടു പോകും. അപ്പൊ ഇതിന്റെ ഉടനെ മെഴുകു വന്ന് ഒരു മാസമായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായി ആ പ്രദേശത്തെ മുഴുവൻ തേനീച്ചയ്ക്ക് കേടുവരും. അതുകൊണ്ട് അത് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിൽ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, 365 ഡേയ്സ് തേനീച്ചയെ പരിപാലിക്കാനുള്ള അറിവ് നമുക്ക് വേണം. എന്റെ ശാസ്ത്രീയത എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ പരിശീലനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പൊ ആ പരിശീലനത്തോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ബുക്ക് അതൊരു സ്റ്റഡി മെറ്റീരിയലാണ്, അത് വായിച്ച് അതിൽ നിന്ന് ഒരുപാട് അറിവ് നേടാം. പിന്നെ അടുത്തുള്ള നമ്മുടെ തേനീച്ച കർഷകരുടെ കൂട്ടായ്മയുടെ ഏപ്പിയറി എന്ന തേനീച്ച കൂട്ടത്തോടെ വളർത്തുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ അവിടെയുള്ള ഒരുപാട് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാം. ഒരു പ്രാക്ടിക്കൽ പരിശീലനം തരും, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തരും. അത് വന്ന് ആ പരിശീലനത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പേടി മാറും. പിന്നെ നമുക്ക് ബി വെയിലൊന്നും വേണ്ട, നമ്മൾ തനിയെ തന്നെ, നമ്മളൊന്നും ഇപ്പൊ ബി വെയിൽ വെക്കാറില്ല, തനിയെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ഒരു ജോലിക്ക് ഒരാളിനെ വെച്ച് നമ്മൾ ചെയ്യാതെ, ഇപ്പൊ എന്റെ ബീസ്, എന്റെ വീട്ടിൽ തന്നെ ഉള്ള ബീസ് എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ പിന്നെ ഭയങ്കര രസമാണത്. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഇപ്പൊ തൃശ്ശൂരില് കുറെ ആൾക്കാരുണ്ട്, അവരെല്ലാം ടീച്ചേഴ്സാണ്. ആ ടീച്ചറൊക്കെ എപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ സംശയം തീർത്തുകൊണ്ടിരിക്കും. അവരെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം നല്ല ട്രെയിൻഡ് ആണ്. ഒരു പ്രശ്നം വന്നാൽ ഉടനെ അവര് ചോദിക്കും, എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, എന്താണ് അത് കാര്യം, ഈച്ചയെല്ലാം കൂടെ ഒത്തിരി കൂടി കിടക്കുന്നു, ഇങ്ങനെ ചൂട് കൊണ്ടാണോ, അതിന്റെ പോപ്പുലേഷൻ കൊണ്ടാണോ, ഇതുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കും. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പൊ ഈ പരിശീലനം കിട്ടുന്നതാണ് സ്റ്റെപ്പ് 1. എന്നിട്ട് അതായത് ബീ കീപ്പേഴ്സ് ഓറിയന്റേഷൻ ട്രെയിനിങ്ങിന് നമ്മൾ അറ്റൻഡ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
രോഗമൊന്നും ഇല്ലാത്ത നല്ല കോളനികളെ നമ്മൾ വാങ്ങിക്കണം. ആ രണ്ട് രീതിയിൽ നമുക്ക് കോളനി കിട്ടും. ഒന്ന്, നമുക്ക് പ്രകൃതിദത്തമായ കോളനിയെ നമ്മൾ ഫോറസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ പൊത്തുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുക്കുന്ന ഒരു രീതി. അത് ചിലപ്പോൾ അതിന്റെ സക്സസ് റേറ്റ് കുറെ കുറയും. അതുകൊണ്ട് നമുക്ക് നല്ല ബ്രീഡർമാരെ നിന്നും അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ തേനീച്ചയുടെ കർഷക കൂട്ടായ്മയിൽ നിന്ന് ഫിയ അവരുടെ നിന്ന് ഈ കോളനികളെ നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് യു ക്യാൻ സ്റ്റാർട്ട്. തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും പരമാവധി 5 കോളനി തുടങ്ങിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിദ്യ അനുസരിച്ച് ഈ ശാസ്ത്രീയമായ അറിവ് കിട്ടുമ്പോൾ അടുത്ത ഒരു ഇനി തുടങ്ങുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആണ് നമുക്ക് തുടങ്ങാൻ പറ്റിയ സമയം. എപ്പോഴും എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശീലനങ്ങള്, സെമിനാറുകൾ ഇതെല്ലാം മാർച്ച് 31 നടത്തും. തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അൺസയന്റിഫിക് ആണ്. നമുക്ക് ബിഫോർ അതിന്റെ ബ്രൂഡ് റിയറിംഗ് സീസൺ ഓഗസ്റ്റ് ടു ഡിസംബർ ആണ് ബ്രൂഡ് റിയറിംഗ് സീസൺ. അതിനു മുമ്പേ വി ഷുഡ് ബി ഗെറ്റ് ട്രെയിൻഡ്. നമുക്ക് ഈ എല്ലാ അറിവും നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ട് വേണം തുടങ്ങാൻ. പിന്നീട് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ തുടങ്ങും. തുടങ്ങുന്നത് എവിടെ തുടങ്ങും, അതാണ്. ആ എവിടെ തുടങ്ങും എന്നുള്ള ചോദ്യം നല്ല ഒരു ചോദ്യചിഹ്നം നല്ല സ്ട്രൈക്ക് ചെയ്ത് ഞാൻ പറയുക. തേനീച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ തുടങ്ങാൻ പറ്റൂ. എന്നെ ഒരുപാട് കൺസൾട്ടേഷൻ വിളിക്കും. ഉദാഹരണത്തിന് കണ്ണൻദേവൻ, അവര് തേയില ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തേനും കൂടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതയെ കുറിച്ച് എന്നോട് ചോദിച്ചു. അപ്പൊ അവര് അക്കോമഡേഷൻ ഒക്കെ തന്ന് ഞങ്ങളൊരു 7 ദിവസം അവിടെ താമസിച്ച് കണ്ണൻദേവന്റെ ആ എസ്റ്റേറ്റിന്റെ ഏരിയയിൽ. പക്ഷെ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ തേൻ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ ഞാൻ അവർക്ക് റിപ്പോർട്ട് കൊടുത്തു. അവിടെ നമുക്ക് കണ്ണൻദേവൻ ഹണി വേണമെങ്കിൽ വേറെ വാങ്ങിച്ച് നമുക്ക് അതിനകത്ത് തേൻ നിറയ്ക്കാന്നുള്ളതല്ലാതെ തേനിനുള്ള സാധ്യതയില്ല. കാരണം തേനില്ല അവിടെ. അപ്പൊ അത് അങ്ങനെയുള്ള കൃത്യതയോടുകൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ ഇതൊരു സസ്റ്റൈനബിൾ ആകും. ഇതൊരു ഭയങ്കര ആദായകരമായ സംഭവമാണ്. നമുക്ക് ഉള്ള അറിവുകൾ മുഴുവൻ ആളുകൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുക. ഇതുവരെ ഉള്ള അറിവുകൾ അത് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ്. ഒത്തിരി ക്ലാസ് ഇവിടെ ഇപ്പൊ നമ്മുടെ ഫിയ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ഓരോ മാസത്തിൽ ഒരു ക്ലാസ്. അത് ലാസ്റ്റ് സാറ്റർഡേ രാവിലെ മുതൽ ഉള്ള ഒരു ക്ലാസ്. അതിൽ തിയറിയും പ്രാക്ടിക്കലും. ഇപ്പൊ നമുക്ക് എസ് എ ജോൺ എന്ന് പറഞ്ഞ സാറുണ്ട്. സാറ് ഇതിന്റെ ഒരു വലിയ പണ്ഡിതനാണ്, ഒരു വലിയ പണ്ഡിറ്റാണ്. അദ്ദേഹമാണ് നമ്മുടെ ഫിയയുടെ ട്രഷറും കൂടാണ്. അദ്ദേഹത്തിന്റെ ആണ് പ്രാക്ടിക്കൽസ് എല്ലാം പുള്ളി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. നല്ല വിദഗ്ധനാണ്. അദ്ദേഹം മോഡൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ആളാണ്. ബട്ട് ഹി ഈസ് ലിവിങ് ഫോർ ബീസ്. അങ്ങനെ പെൻഷൻ കിട്ടുന്നതെല്ലാം ബീസിന് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഒരുപാട് കഠിന വയസ്സുള്ള ആളാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് അത് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഒരുപാട് പരിശീലനം കിട്ടേണ്ടത്. അത് മോസ്റ്റ് വെൽക്കം. ഈ ക്ലാസ് എല്ലാം നമ്മൾ ഇപ്പൊ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് ഫീസൊക്കെ വയ്ക്കേണ്ടി വരും. ആ ഫീസൊക്കെ വയ്ക്കേണ്ടി വരും. കാരണം ഈ ട്രെയിനിങ് വേറെ ആർക്കും നടത്താൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഈ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടു കൂടെ ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ പരിശീലനം നടത്തി. ഇപ്പം വേറൊരു നമ്മുടെ നബാർഡ് ചെറുതേനീച്ചയിലുള്ള ഒരു 100 കർഷകർക്ക് ഒരു പ്രോജക്റ്റ് തന്നു. ഒരു കോളനിയും കൊടുത്തു, സ്കിൽ ട്രെയിനിങ് കൊടുത്തു. അപ്പൊ 100 കർഷകരെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളിപ്പം ചെറുതേനീച്ചയ്ക്ക് സുസജ്ജമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവരിനി ബാക്കിയുള്ളവർക്കെല്ലാം കൂട് കൊടുക്കും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവർക്ക്. അതിന്റെ ഫോളോ അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി വേറൊരു കാര്യം, നമ്മളൊരു ഈ ചെറുതേനീച്ചയുടെ തന്നെ ഒരു വലിയ ദേശീയ ശില്പശാല. കാരണം നബാർഡാണ് നമ്മളെ ആദ്യം സപ്പോർട്ട് ചെയ്തത് ഈ പ്രോജക്റ്റിന് വേണ്ടി. അപ്പൊ അവരുടെയും കൂടെ ഹെൽപ്പോടുകൂടെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മളൊരു ദേശീയ ശില്പശാല സംഘടിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഇന്ത്യയില് ചെറുതേനീച്ചയിൽ നമ്മൾ കൊടുത്ത സാങ്കേതിക വിദ്യ ഗവേഷണം ചെയ്തവരെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു നല്ല മോഡൽ, ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഫിയ ചുമതല എടുക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ അതിനകത്ത് രക്ഷാധികാരി ഡോക്ടർ TP രാജേന്ദ്രൻ സാർ, ICRലെ ADG ആയിരുന്ന ആള് റിട്ടയർ ചെയ്തപ്പോ അദ്ദേഹം കൂടെ ഇപ്പോ ഞങ്ങളുടെ പാറ്റേൺ ആണ്. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കർഷകർക്ക് വേണ്ടി അദ്ദേഹവും കൂടെ ചേർന്നപ്പോ അതിന് ഭയങ്കര ശക്തി പ്രാപിച്ചു. പിന്നെ നമ്മുടെ പ്രാവച്ചമ്പലത്ത് ഒരു പ്രോപ്പർട്ടി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. കർഷകരും എന്റെ വിദ്യാർത്ഥികള് അഭ്യുദയകാംക്ഷികളെല്ലാം 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് തന്ന് നമ്മുടെ പ്രോപ്പർട്ടിയോടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് MSMEയിൽ ഒരു വലിയ പ്രോജക്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷെ 4-5 വർഷമായിട്ട് അത് പെൻഡിങ് കിടക്കുക.
നമ്മൾ ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, PM ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് വരുന്നില്ല. വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഒരുപാട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. 2500 കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഭയങ്കര സംഭവമാണ്, വലിയ കാര്യമാണ്. അവരെല്ലാം ഈ പ്രൊഫഷനിൽ ജീവിച്ചു പോകുക. ആ സാങ്കേതിക വിദ്യയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കും. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാമായിരുന്നു. അതിനൊക്കെയുള്ള ഒരു ഡ്രീമാണത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറെ കർഷകർക്ക് 750 കർഷകർക്ക് നമ്മൾ തേനീച്ചക്കൂട് അവരുടെ പദ്ധതിയിൽ നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത്. അവരുടെ തേനെല്ലാം കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു എടുത്തിട്ട് ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ്. അപ്പൊ നമ്മുടെ തേനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള തേനിന് 22 അധികമുണ്ട് മോയ്സ്ചർ. പക്ഷെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 20% താഴെയുള്ള തേനെ വിൽക്കാൻ പറ്റും. അത് കൊണ്ടുവരണം. അതിനൊരു പ്രോസസ്സിംഗ് പ്ലാന്റ് വേണം. അത് ആ പ്രോജക്റ്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ അത് എൻഷുർ ചെയ്യാനുള്ള ഉപകരണങ്ങൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രെയിനിങ് ഹാൾ, പിന്നെ ഒരു ഔട്ട്ലെറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പ്രോജക്റ്റിലുള്ളത്. ഈ പ്രോജക്റ്റാണ് ഇപ്പോ പെൻഡിങ് വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു സംഭവമായി മാറും. ഞങ്ങള് കുറെ പേരുടെ അറിവുകളെല്ലാം കൂടെ പൂൾ ചെയ്ത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നോട്ട് ഫോർ ബിസിനസ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ടുള്ള ഈ പ്രോജക്റ്റ് ഈസ് പെൻഡിങ് വിത്ത് MSME മിനിസ്ട്രി. കുറെ നാളായിട്ട് പെൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നത് ഡേയ്സ് ടു കം അത് വരും. എന്തായാലും അത് സാധ്യമാവട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പക്ഷേ ഹോബി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്. അത് എപ്പോഴും ഒരു ഇതിലിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു സന്തോഷം. ആരോടും വിരോധമില്ല, ആരോടും പിണക്കമില്ല, ആരോടും ഒന്നുമില്ല. അതേസമയത്ത് ഇന്നൊരു പേപ്പർ അയക്കണമെന്ന് പറഞ്ഞാൽ ആ പേപ്പർ അയക്കും. പിന്നെ നബാർഡിനൊരു പേപ്പർ അയച്ചു, ഡേറ്റ് ഇതാക്കി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലത് വരും എന്നാണ് ചിന്ത. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഈ ഒരു തേനീച്ച വളർത്തൽ എങ്ങനെ വ്യാപിപ്പിക്കാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ, അല്ലെ, ഇന്ത്യ അല്ല ലോകം മുഴുവൻ എങ്ങനെ വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു കാര്യത്തിലാണ് സാറും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണല്ലോ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, അതിന്റെ ഇടയിൽ പെട്ടെന്ന് ആഡ് ചെയ്യുന്നത് ഈ ജനുവരി 1 24 വെസ്റ്റ് ബംഗാളുകാര് എന്നെയും വൈഫിനെയും കൂടെ അവിടെ കൊണ്ടുപോയി ഈ ഇന്ത്യൻ തേനീച്ചയുടെ നമ്മള് ശാസ്ത്രീയമായി വളർത്തുന്നതിന്റെ ആ ടെക്നോളജി മുഴുവൻ അവര് എടുത്തിട്ട് അവർക്ക് കുറെ സെലക്ടഡ് ട്രൈബൽസിന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുത്തു. അത് സുന്ദർബൺ ഏരിയയിലുള്ള അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസ് ഡോർസെറ്റാണ് കൂടുതൽ വളർത്തുന്നത്, ശുദ്ധമായ തേനല്ല. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ തേനീച്ചയെ വളർത്തി കൂടുതൽ തേൻ, ഞാൻ പറഞ്ഞില്ലേ 15 മുതൽ 20 കിലോ തേൻ കിട്ടാൻ അവർക്ക് ഒരു പ്രയാസമില്ല. അവിടെ ഒരുപാട് സ്രോതസ്സുണ്ട്. അതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം, അതിനുള്ള ക്ലാസ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ അവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗാളി ലാംഗ്വേജില്, ഞാനൊരു ഇംഗ്ലീഷില് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കൊടുത്തു. ഇനി അവരതിനെ ബംഗാളി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കർഷകർക്ക് ലഭ്യമാക്കുന്ന ഒരു ജോലിയും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് പദ്ധതികളാണ് സാറിനുള്ളത്. ഇതെല്ലാം ഇങ്ങനെ നടന്നു പോട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ ഓരോ, ഇപ്പൊ സാറിനകത്ത് പറഞ്ഞ ഈ ഹെൽത്തി ഡ്രിങ്കിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡേ ബൈ ഡേ എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തേൻ തിരിച്ചറിഞ്ഞിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് സാറ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സാറ് ഇതിന്റെ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ 2007 കനകക്കുന്ന് പാലസിൽ വെച്ച് നമ്മളൊരു തേനിന്റെ ഗുണമേന്മയെ കുറിച്ചുള്ള ഒരു പരിശീലനം ജർമ്മനിയിലുള്ള ക്വാളിറ്റി സർവീസ് ഇന്റർനാഷണലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സംഘടിപ്പിച്ചു. അത് ഇന്ത്യയിലെമ്പാടും അത് സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് വെള്ളായണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു കത്തെഴുതി ഒരു സ്ലോട്ട് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര, ബിക്കോസ് ജർമ്മനിയിൽ നിന്നൊരു സായിപ്പാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കനകുന്ന് പാലസ് ഭയങ്കര രസമുള്ളതല്ലേ, അവിടെ സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്ന് 50 കർഷകരെ സെലക്ട് ചെയ്തു. അപ്പം 50 കർഷകർ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ചർച്ചകൾ വന്നു.
അപ്പോൾ നമ്മളും അതിനിടയിൽ തന്നെ ഈ തേന് മികവുറ്റതാക്കാനുള്ള ഒരുപാട് പരിശീലനങ്ങൾ നടത്തിയിരുന്നു. സായിപ്പിന്റെ വന്നപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ആധികാരികത വന്നു. എന്തായാലും ആ ദിവസം ചില ചോദ്യങ്ങൾ ഞങ്ങളെ തേനീച്ച പരാഗണ ഗവേഷണത്തിനോട് ചോദിച്ചു. സാധാരണഗതിയിലൊക്കെ ഈ പരിശീലനത്തിന് വരുന്നവര് നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യും, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പൊ വാസ്തവത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഈ തേനീച്ചയുടെ ഗവേഷണം ശരിക്കും പറഞ്ഞാൽ അത് ട്രൂ ആണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ തേനീച്ച കർഷകർ വേണം. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ, കൂട്ടായ്മയായിട്ട് നിന്നാൽ, നമുക്ക് കാസർഗോഡായാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും പാലക്കാടായാലും ഒരു കർഷകൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നടത്തിയ ഒരു ഗവേഷണം അവിടെ കൂടെ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ചെറിയ വ്യത്യാസങ്ങൾ വരും, ക്ലൈമറ്റിന്റെ വ്യത്യാസം വരും, ക്രോപ്പ് ചെടിയുടെ വ്യത്യാസം വരും, അത് വന്നോട്ടെ, കുഴപ്പമില്ല, നമുക്കതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യും. അപ്പൊ ആ സെമിനാറെല്ലാം വെന്റ് ഓൺ വെരി വെൽ, നന്നായിട്ട് സന്തോഷത്തോടെ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോൺ സാർ, ഞങ്ങളെ ഫിയുടെ ട്രസ്റ്റാണ് ഇപ്പം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഒരു ദിവസം വന്ന്, ഞാനപ്പം യൂണിവേഴ്സിറ്റി ജോലി ചെയ്യാം, സാറും കൂടെ അതിനകത്ത് മെമ്പർ ആകാമോ? ശരിക്കും പറഞ്ഞ മെമ്പർ ആകാൻ പാടില്ല, എന്നാലും ഞാനും മെമ്പറായി. 2008 ആയപ്പോൾ മുല്ലക്കര രത്നാകരൻ സാറ് ആ സംഘടനയെ ഇനാഗുറേറ്റ് ചെയ്തു, OFC വെച്ച്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ കൂട്ടായ്മയില് 16 പേര് വെച്ച് തുടങ്ങി. പിന്നെ അത് വളർന്ന് 2500 കർഷകരായി. അപ്പൊ അവരിൽ നിന്ന് നമ്മളൊരു ലൈഫ് മെമ്പർഷിപ്പാണ് തുടങ്ങിയത്. ഓരോ മാസവും പൈസ വെച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സമയമില്ല. ലൈഫ് മെമ്പർഷിപ്പ് ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ ആജീവനാന്തം. പിന്നെ ഇപ്പം അവർക്കൊരു ID കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ കോവിഡിന്റെ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നം വന്നല്ലോ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാതെ. ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഒരു ഉത്തരവ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പാസ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മളൊരു അനുമതി വാങ്ങിച്ചു. അന്ന് ഞങ്ങൾക്ക് ഒരു ID ഉണ്ട്. ആ ID കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ തേനീച്ചപ്പെട്ടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ. അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. കർഷകർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ തേനീച്ചയെ നമ്മൾ ഇവിടെ നോക്കൂ, ഇന്ത്യയിലെമ്പാടും ഈ മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ്. അത് എവിടെ തേനും പൂപ്പൊടിയുണ്ടോ അവിടെ കൊണ്ടുവച്ച് തേനെടുക്കുന്നതാണ് നമ്മുടെ സംസ്കാരം ഇന്ത്യയിൽ. നമ്മള് വെള്ളായണിയിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് റൂട്ട് ഓഫ് മൈഗ്രേഷൻ, ഇപ്പം ഏറ്റവും കൂടുതൽ തേനീച്ച കർഷകരുള്ളത് തിരുവനന്തപുരത്താണ്. ഓക്കെ, അതിനൊരു കഥയുണ്ട്. അത് കഥയെന്ന് പറഞ്ഞാൽ 1924 ഒരു ഡോക്ടർ സ്പെൻസർ ഹാച്ച് എന്ന് പറയുന്ന മാർത്താണ്ഡം OFCയുടെ സെക്രട്ടറി, അദ്ദേഹം ഒരുപാട് ഗ്രാമീണ പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ തേനീച്ച വളർത്തലിനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തേനീച്ച വളർത്തലിനുള്ള പദ്ധതി OFC മാർത്താണ്ഡത്തിന് സംഘടിപ്പിച്ചു. അന്ന് പാറശാലയിലുള്ള ആളുകൾ, കോടങ്കരയിലുള്ള ആളുകൾ, നെയ്യാറ്റിൻകരയിലുള്ള ആളുകൾ, അവരെല്ലാം കൂടെ പോയി, അവരെല്ലാമാണ് അവിടുത്തെ പരിശീലകർ. അതുകൊണ്ട് ഈ നെയ്യാറ്റിൻകര പാറശാല ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളെല്ലാം, ഒരുപാട് ആളുകൾ, അതിൽ നിന്ന് ഒത്തിരി ഈ കാശുണ്ടാക്കിയ ഓരോ കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ കാശുണ്ടാക്കിയത് തേനീച്ച വളർത്തലിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോ തന്നെ ആരാണ് ഡോക്ടർ സ്പെൻസർ ഹാച്ച് അറിയാതെ ഞാൻ OFC മാർത്താണ്ഡത്ത് പോയി അവിടെ ഒരു ഗവേഷണമൊക്കെ നടത്തി ഒരു പഴയ ബുക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഈ പുസ്തകത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. അതിന്റെ ചരിത്രം അതാണ്. അപ്പം അദ്ദേഹമാണ് ശരിക്ക് ഈ നമ്മുടെ അന്ന് തെക്കൻ തിരുവും വിതാംകൂർ ആയിട്ട് കിടക്കുക, തമിഴ്നാടും കേരളമൊക്കെ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ അതിന്റെ പൈനിയേഴ്സ് എന്ന് പറയുന്ന OFC മാർത്താണ്ഡമാണ്. അവിടുന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് ആണ് നമ്മൾ വെള്ളായണിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് കർഷകരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഈ സംഘടന ഇപ്പൊ വളർന്നു കേരളത്തിലല്ലാതെ ഇപ്പം ബോംബെയിലുള്ള കുറച്ച് ആളുകൾ ഇതിനകത്ത് മെമ്പേഴ്സാണ്. അവര് ഇവിടെ ഒരു സെമിനാറിന് വന്നിട്ട് കൗതുകം കൊണ്ട് അവർ മെമ്പർഷിപ്പ് എടുത്തതാണ്. അതർവൈസ് കേരളത്തിലാണ് കൂടുതൽ അംഗങ്ങൾ. നമ്മുടെ 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 ഈ 2500 കർഷകര് അതിൽ കൂടുതലായിക്കൊണ്ടിരിക്കുക. അത്രയും ആളുകളുള്ള ഏറ്റവും വലിയൊരു സംഘടന. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള പരിശീലനങ്ങൾ. പിന്നെ നമ്മള് കർഷകൻ എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ട്, തേനീച്ച കർഷകനല്ല തേനീച്ച കർഷകൻ. ആ മാസിക ക്വാർട്ടർലിയാണ്. അതിൽ നമ്മൾ ഓരോ 3 മാസവും നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം, ലേറ്റസ്റ്റ് ആയിട്ട് ഗ്ലോബലി എന്ത് സംഭവിക്കുന്നു, പിന്നെ നമ്മളെ ഇവിടുത്തെ ആക്ടിവിറ്റികളുടെ ഒക്കെ ഡോക്യുമെന്റേഷൻസ്,
ലാസ്റ്റിൽ വന്നത് ഗവർണറാണ്. പിന്നീട് നമ്മളൊരു മെയ് 20 തേനീച്ച ലോക തേനീച്ച ദിനം അത് ആഘോഷിച്ചു. അന്ന് വെള്ളായണി അഗ്രികൾച്ചർ കോളേജിലെ ഡീൻ ഡോക്ടർ റോയ് സ്റ്റീഫൻ അദ്ദേഹമാണ് ഇതിനെ ഇനാഗുറേറ്റ് ചെയ്തത്. അതിന്റെയൊക്കെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ അത് ഡിജിറ്റലും ഉണ്ട്, അല്ലാതെ പോസ്റ്റിലും അയക്കും. അങ്ങനെ ആ സപ്പോർട്ട്, പിന്നെ ഒരുപാട് ആവശ്യങ്ങളിൽ അവർ ടെക്നിക്കൽ സപ്പോർട്ട് ചോദിക്കും. അപ്പൊ അതിനെല്ലാം ഒരു ഫുൾ സിംഗിലുള്ള ഒരു പ്രവർത്തനം വരണമെങ്കിൽ നമ്മുടെ നരുവ മോഡലുള്ള പ്രോജക്റ്റ് എന്നുള്ള ഒരു ഫണ്ടിങ് കിട്ടിയാൽ നമുക്കത് ഭയങ്കര വിജയകരമായിട്ട് നമ്മൾ പഠിച്ച സാധനങ്ങളെ അവിടെ പ്രാവർത്തികമാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വെള്ളായണിയിൽ നമ്മള് 4.5 കോടിയുടെ ഒരു പ്രോജക്റ്റ് പഴയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാർ തന്നത് അവിടെ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അത് കൊണ്ട് സഫീഷ്യന്റ് അല്ല. ഇപ്പൊ നമുക്കൊരു പ്രൈവറ്റ് സർവീസും സർക്കാർ സർവീസും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നമുക്കിവിടെ എല്ലാ കർഷകരെയും അവർക്ക് അതെടുക്കാൻ പറ്റില്ല, സർക്കാരിനെ, യൂണിവേഴ്സിറ്റിക്ക്. നമ്മൾ ഈ കർഷകരുടെ മുഴുവൻ തേന് ഇവിടെ സംഭരിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ പ്രോസസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹണി ഡ്രിങ്ക് ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ചാനലൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നിക്കൽ നോഹോ ഉള്ള ഞാനുണ്ട്, പ്രമീളയുണ്ട്, ടി പി രാജേന്ദ്ര സാറ് നമ്മുടെ ഏറ്റവും വലിയ സയന്റിസ്റ്റാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ റബ്ബർ ബോർഡിന്റെ ഇതില് തേനീച്ച വളർത്തൽ ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹമാണ് ശരിക്കും അതിന്റെ തുടക്കക്കാരൻ. അങ്ങനെ ഇപ്പോഴും ഈ സംഘടന ഭയങ്കരമായിട്ട് വളരുകയാണ്. നീ നമുക്ക് അതിന്റെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ സംഘടനയ്ക്ക് ഇപ്പൊ തന്നെ ഇടയ്ക്ക് ഞങ്ങള് ഹണി മിഷൻ ആരംഭിക്കണം എന്നുള്ള സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ വേറെ ഒരെണ്ണം വരാൻ പോവുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ഹണി കിട്ടി. ഇപ്പൊ ആളുകൾക്ക് നമ്മുടെ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തി ഒരുപാട് ഹണി വന്നു. പക്ഷെ തേനെ എടുക്കാനാണില്ല, പ്രൊക്വയർ ചെയ്യാനാണില്ല. അതിപ്പോ പ്രസിലെ മന്ത്രിക്ക് ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യാൻ പോവുക, അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. എല്ലാ കാർഷിക മേഖലയിലുമുള്ള ദുരിതം എന്ന് പറയുന്നത് നമ്മുടെ വിളവ് ഒരുപാട് വർദ്ധിപ്പിക്കും, ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യും, ഒരുപാട് ബാങ്ക് ലോൺ എടുക്കും. പക്ഷെ അതിന്റെ പ്രോഡ്യൂസ് വരുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റില്ല. അത് തേനിലും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ കുറച്ച് നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. 10,000 ടൺ തേന് ഒരു പീക്ക് സെയിൽസ് കഴിഞ്ഞതിന് ശേഷം 10,000 ടൺ തേന് ബാക്കി കിടന്നു. കർഷകരെല്ലാം ഇങ്ങനെ വിളിയോടുകൂടി നമ്മുടെ സംഘടനയിലല്ലേ വിളിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ച് അത് കുറെ പ്രശ്നമൊക്കെ വന്ന് ഇന്ത്യ ഗവൺമെന്റിനൊക്കെ നമ്മൾ എഴുതി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ കർഷകരെല്ലാം ദുരിതത്തിലാണ്. തേനീച്ച കർഷകർ ദുരിതത്തിലാണ്. അവർക്ക് ഈ പ്രോഡ്യൂസ് നേരെ വിൽക്കാൻ പറ്റുന്നില്ല. അതിനും കൂടെ ഒരു റെമഡിയാണ് ഞാൻ ഈ പറയുന്ന ഹണി ഡ്രിങ്ക്. നമുക്ക് ഈ നമ്മുടെ കുറച്ച് വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, മതപരമായിട്ടുള്ള വിശേഷ ദിവസങ്ങൾ, അതിൽ ലഭ്യമാക്കിയാൽ ആ ഒരു പ്രശ്നവും നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം. പക്ഷെ ആ ടെക്നോളജി ഈസ് ഓൺലി വിത്ത് മീ. വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ ഹണി കോള ഉണ്ടാക്കും, കെമിക്കൽസ് ചേർത്തേ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ അതൊരു ഹണി ഡ്രിങ്ക്, നാച്ചുറൽ പ്യൂർ പ്രിസർവേറ്റീവ്സ്. ആ ഒരു സാധനം ആണ് നമ്മുടെ ഡ്രീം. ആ ഒരു ഡ്രീം കൂടെ സാധ്യമായാൽ തേനീച്ച ഗവേഷണവും തേനീച്ച വളർത്തലും തേനീച്ചയിലെ ഇങ്ങനെ ഒരുപാട് പ്രവൃത്തിയെടുത്തതിലുള്ള ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതാണ് സംതൃപ്തി. സാർ പറഞ്ഞൊരു പോയിന്റ് ആണ് നമ്മുടെ മതപരമായ ചടങ്ങുകൾക്കും മറ്റും ഉപയോഗിക്കാന്ന്. അതിലുപരി എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് കല്യാണങ്ങൾക്ക്, റിസപ്ഷൻസിന് ഒക്കെ നമ്മൾ ഈ എന്താ പറയാ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇത്രയും അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതവിടെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ ഹണി ഡ്രിങ്ക് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അത് മാത്രമല്ല മദ്യം ഒഴിവാക്കും, ഹണി ഡ്രിങ്ക് കൊണ്ടുവരും എന്നുള്ള പുതിയൊരു തത്വം കൂടി നമുക്ക് അവിടെ എന്താ പറയാ കൊണ്ടുവരാനും കൂടി സാധിക്കും. അത് എല്ലാവർക്കും ഹെൽത്തിന് വേണ്ടിയിട്ടും വളരെ നല്ലൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര കണ്ട് ആർട്ടിഫിഷ്യൽ കെമിക്കൽസും സൂക്രോസും അത് വെള്ള പഞ്ചസാര ഒഴിവാക്കുന്നോ അത്ര കണ്ട് നമ്മളെ ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്യും. അതിന് ഒരു ഇപ്പം നിങ്ങളെപ്പോലുള്ള എസ്റ്റീം മീഡിയകളും രംഗത്ത് വന്നാൽ നമുക്കൊരു അവയർനെസ് ക്രിയേഷനാണ്. നമുക്ക് എന്തെങ്കിലും കഴിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ല നമ്മുടെ ലൈഫ്. നമുക്കൊരു
ഇപ്പൊ നമുക്ക് ഭൂമി എന്ന് പറയുന്നത് അതൊരു കൊച്ചു ഇടത്താവളമാണ്. ഇടത്താവളത്തിൽ നമുക്ക് സന്തോഷമായിട്ട് നല്ലൊരു വെൽനെസ്സില് ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പ്രകൃതി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, വിദ്വേഷങ്ങളും വിരോധങ്ങളും പറഞ്ഞ് സമയം കളയാതെ ക്രിയാത്മകമായ ഇപ്പം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ചാപ്റ്റർ 16 അത് വായിക്കാതിരിക്കാൻ നോക്കില്ലല്ലോ. നമ്മളിപ്പം ഇത് അതായത് ഉപനിഷത്തുകളില് പിന്നെ അതുപോലെ ബൈബിളില് ഖുറാനിലൊക്കെ ഈ തേനീച്ചയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊരു വീഡിയോ കണ്ടു ഞാൻ. അതൊക്കെ ഞാനത് കോപ്പി ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് വിദ്യാർത്ഥിയാണ് ഞാൻ. അതേസമയത്ത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ തേനീച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഉള്ളപ്പോഴാണ് നമുക്ക് അതിൻ്റെ അതൊരു വിശാലത വരുന്നത്. അപ്പോ ഈ തേന് പണ്ട് കാലത്ത് ഒരു വിവാഹം കഴിച്ചാൽ അവർക്കൊരു സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഡൗറി കൊടുക്കുന്നത് ഒരു തേനീച്ച കൂടും തേനുമായിരുന്നു ഒരു കാലത്ത്. അത് തേനീച്ച നമുക്ക് ഒരുപാട് സോഷ്യലൈസ് പഠിക്കാനുണ്ട്, അതിന്റെ ഡിസിപ്ലിൻ പഠിക്കാനുണ്ട്, അതിന്റെ പങ്ക്ച്വാലിറ്റി പഠിക്കാനുണ്ട്. ഇതിനെല്ലാം ഒരു ടൈമുണ്ട്. പ്രത്യേകിച്ച് ഈ തേനീച്ചയുടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി നേരത്തെ പറഞ്ഞപ്പോൾ. അത് തേനീച്ച എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ആ ജീവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് ആ സാമൂഹ്യത എന്ന് പറയുമ്പം ഒരു റാണി, കുറച്ചാണീച്ച, ഏറെ വേലക്കാരീച്ചകൾ. അതാണ് ഒരു കോളനിയുടെ കൺസ്ട്രക്ഷൻ. അതില് റാണിയാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന് റാണിക്കൊരു മണമുണ്ട്. ആ മണം കൊണ്ടാണ് മറ്റ് വർക്കർ ബേസിനെല്ലാം അതിനെല്ലാം അഗ്രിഗേറ്റ് ചെയ്ത് എല്ലാം നേതൃത്വം കൊടുത്ത് നിർത്തുന്നത്. അപ്പൊ അത് ഒരുമയാണ്. ആ ഒരുമ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തേനീച്ച ഒരു കൂട്ട് നമ്മുടെ വീട്ടിൽ വരും. പിന്നെ യെസ്, ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ തേനീച്ച വളർത്തുന്ന ആളുകളല്ല, നിങ്ങൾ ആരും വേണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. ഈ ക്രൂക്കഡായിട്ടുള്ള ആളുകളല്ല ഞാൻ പറയുന്നത്, അത് ഈ കാശിന് വേണ്ടിയുള്ള കുറച്ച് ആളുകൾ അതല്ല. അല്ലാത്ത ആളുകളിലെല്ലാം മുഖത്ത് നമ്മൾ നോക്കിയാൽ തന്നെ ഒരു പ്ലസന്റ്നെസ്. ചിലപ്പോൾ അവര് പൈസ ഒന്നും കാണത്തില്ല, ബട്ട് ദേ വിൽ ബി വെരി റിച്ച്. മുഖത്ത് സന്തോഷം. പിന്നെ ഈ നിങ്ങൾ ഒരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധ വന്നത്, നമ്മുടെ ഈ ക്രിക്കറ്റ് കളി കാണാനൊക്കെ ഇരിക്കുമ്പോൾ അവിടെയെല്ലാം ഒരുപാട് കോളകളെല്ലാം കൂടെ പൊങ്ങി വരുന്നതാണ്. പക്ഷെ അവര് ഈ അത്ലറ്റ്സ് കഴിക്കുന്നത് തേനാണ്. അവര് ഹണി ഡ്രിങ്ക് ആണ് അവരെടുക്കുന്നത്. അഡ്വർടൈസ്മെന്റ് മറ്റത് പൊങ്ങി വരുന്നതാണ്. അത് തെറ്റാണ്. നോക്കൂ, നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരുപാട് ഈ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ടോക്കിൽ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി തേനിന്റെ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് പോവുകയാണെങ്കിൽ കപ്പയും മനുഷ്യനും എല്ലാം കൂടെ തിന്നിട്ട് പോകുന്നതല്ല. നിങ്ങളൊരു ഡ്രിങ്ക്, ഹണി ഡ്രിങ്ക് നിങ്ങൾ കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ IAS എഴുതാൻ പോയാലും CBSE പരീക്ഷ എഴുതാൻ പോയാലും നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഹാങ് ഓവർ വരില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും, നല്ല മെമ്മറി വെച്ചു. അദ്ദേഹത്തിന്റെ ഒരുപാട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം അത്ലറ്റ്സിന്റെ ഇടയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊരു ഊർജദായക വസ്തു എന്നുള്ള നിലയില് തേനിനെ കുറിച്ച് അതൊരു വലിയ ഊർജം തരുന്ന ഒരു സാധനം എന്നുള്ള നിലയില് ഒരു ഹൈ ജമ്പ് ചാടാൻ, ഒരു ഡിസ്റ്റൻസിന് അപ്പുറം ചാടിക്കിടക്കാൻ, സ്റ്റാമിന ഉണ്ടാക്കാൻ തേന് വേണം. കാരണം അത് ആർട്ടിഫിഷ്യൽ അല്ല, മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ല, ഇത് നാച്ചുറലാണ്, ഒരു പാർശ്വഫലമില്ല. പിന്നെ ഒരു വലിയ പ്രത്യേകത ഉള്ളത്, തേനീച്ചയുടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. റോയൽ ജെല്ലി, വി വാക്സ്. എന്നാൽ ലിപ്സ്റ്റിക് ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ സാധനം കൊണ്ടുണ്ടാക്കിയ ആളുകളുടെ ചുണ്ടെല്ലാം ഭയങ്കര കുഴപ്പം പിടിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും വേണ്ടത് നമ്മുടെ തേനീച്ചയുടെ നാച്ചുറൽ മെഴുകാണ്. ഭയങ്കര വില കിട്ടാൻ അത് ഒരുപാട് കൃത്രിമമാണ്. ആ കൃത്രിമ സാധനം അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇനി ഒരു കാലം വരാൻ പോകുന്നത് തേനീച്ചയുടെ മെഴുകിന് വേണ്ടി ഓടിയുണ്ടാകും. എൻ്റെ ഒരു ഫ്രണ്ടിന് കാലിൽ കുറച്ച് ചെറിയ ലീഷൻസ്, അതിന് തേന് ഈ മെഴുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് കാലിന്റെ ഭാഗത്ത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇതേ വരില്ല. ഐ മീൻ ആ ലീഷൻസ് എല്ലാം മാറും. പിന്നെ നമ്മുടെ ഉപ്പിറ്റിയുടെ സൈഡില് ഒരുപാട് പൊട്ടുന്ന ആളുകളുണ്ട്. ആ വിണ്ട് കീറൽ സാധനത്തിനും ഈ മെഴുകൊണ്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ ഫേഷ്യൽ ഇടാനുള്ള പ്രോഡക്റ്റുകൾ,
പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, കൃത്രിമമായിട്ടുള്ള കെമിക്കൽസ് അല്ലാതെ ഒന്നും ആഫ്റ്റർ ഷേവായിട്ട് പോലും തേനായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് പുറത്തും ഉള്ളിലും ഏറ്റവും വേണ്ട ഒരു കാര്യം തേനാന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അല്ലെ, എല്ലാത്തിനും പ്രതിവിധിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ അതിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കോഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി നാച്ചുറൽ പ്യുവർ, ഷുഡ് ബി ഡയറക്ട്ലി ഫ്രം ബീ ഹൈവ് ടു കൺസ്യൂമർ. അത് ലഭ്യമാക്കി കഴിഞ്ഞാൽ ഉള്ള ഒരു 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 നമ്മുടെ ഒരു വെൽനെസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. അങ്ങനൊരു കാര്യം സാധ്യമാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് സർ. അപ്പൊ ഈ തേനീച്ചകളുടെ ലൈഫ് സ്പാൻ എത്ര കാലം ഇവര് ജീവിച്ചിരിക്കും? അത് നല്ല അക്കാഡമിക് ചോദ്യമാണ്. ശരിക്ക് തേനീച്ചയുടെ ബയോളജി നമ്മൾ പറഞ്ഞാല്, നമ്മൾ ഇന്ത്യൻ തേനീച്ച എടുക്കാം. ആ ഇന്ത്യൻ തേനീച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ 3 ഇനമുണ്ട്, 3 കാസ്റ്റ് ഉണ്ട്. ഒന്ന് ആണീച്ച, വേലക്കാരി ഈച്ച, റാണി ഈച്ച. റാണി ഈച്ചകളാണ് പ്രജനനത്തിനുള്ള, ബ്രീഡിങ്ങിനുള്ള ഒരു പർപ്പസ് അവരിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആണീച്ചകൾ എന്ന് പറഞ്ഞാൽ മേറ്റിങ്ങിന് മാത്രമാണ്, എണ്ണചേരൽ മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. അതിനുള്ള ബോഡിയെല്ലാം അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുക. വേലക്കാരി ഈച്ചകളുടെ ജോലി എന്ന് പറയുന്നത് തേനും പൂമ്പൊടിയും കൊണ്ടുവരിക. അതിന്റെ ശരീരം മുഴുവൻ ഏറിയാണ്. അതിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പരാഗണത്തിന് യൂസ് ചെയ്യുന്നത്. ഒരു ചെടിയിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവൻ പൂമ്പൊടി കൊണ്ട് നിറയും. ആ പൂമ്പൊടിയെല്ലാം ബ്രഷ് ചെയ്ത് ഗോളങ്ങളാക്കി കൂടിനകത്ത് കൊണ്ട് ചെല്ലുമ്പം അതിനെ സ്റ്റോർ ചെയ്തിട്ടാണ്, പ്രത്യേകിച്ച് ബ്രൂട്ട് ചേമ്പറിൽ അതിനെ സ്റ്റോർ ചെയ്ത്, എക്സ്റ്റേണൽ സെല്ലിൽ സ്റ്റോർ ചെയ്ത് പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്ത ഒരു എന്താണ് ബീ ബ്രെഡാണ് ശരിക്കും ബീസിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. ബീ ബ്രെഡ്. റാണിക്ക് ഫീഡ് ചെയ്യുന്ന സാധനം റോയൽ ജെല്ലിയാണ്. അത് തേനീച്ചയുടെ തന്നെ തലയിലുള്ള സെറിബ്രൽ ഗ്ലാൻഡിലുള്ള ഒരു സെക്രീഷനാണ്, ഒരു യെല്ലോ സെക്രീഷനാണ്. ആ സെക്രീഷൻ റാണിയാകേണ്ട ലാർവയ്ക്ക് കൊടുക്കുമ്പോൾ അതെല്ലാം റാണിയായി മാറും. ഈ റാണിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 to 5 years ആണ്. ഓക്കെ, അതാണ് ഒരു ലൈഫ് സ്പാൻ. നിങ്ങളുടെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വേലക്കാരി ഈച്ചകൾ 54 മുതൽ 60 ദിവസം, ആവറേജ് ഓഫ് 2 months ആണ് എൻ്റെ ലൈഫ് സ്പാൻ. ആണീച്ചകൾ എന്ന് പറഞ്ഞാൽ അവന് ഇണ ചേർന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചത്തു. അതായത് ഈ ഒരു റാണി ഈച്ച വിരിഞ്ഞിറങ്ങി ഒരു 5 ദിവസം കഴിയുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ അവന് ഇണചേരേണ്ട സമയം വരും. അപ്പോഴ് ആ കൂടിലുള്ള അണീച്ചയായാലും പുറത്തുള്ള കൂടിലുള്ള അണീച്ചകൾ ആയാലും ഒരുമിച്ചൊരു നപ്ഷ്യൽ ഫ്ലൈറ്റ്, ഒരു മധുവിധു പറക്കൽ. ആ പറക്കലിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ആണീച്ച ഈ റാണി ഈച്ചയുടെ അടുത്ത് വരെ എത്തും, ഇണചേരും. ഇണചേർന്ന് കഴിഞ്ഞാൽ ഈ ആണീച്ചകള് ചത്ത് താഴെ വീഴും. പക്ഷെ റാണി ഇണചേർന്നതിന് ശേഷം തിരിച്ചു കൂട്ടിൽ വന്ന് അവന്റെ ജനനേന്ദ്രിയങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സ്പെർമാത്തിക്ക എന്ന് പറയുന്ന ഒരു സഞ്ചിക്കകത്ത് ഈ ബീജമെല്ലാം സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബീജം, ആൺബീജം എന്നൊക്കെ പറയാം, ആ ആൺബീജം ഉപയോഗിച്ചാണ് ഈ റാണി ഈച്ചകൾ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. അപ്പൊ എന്തോ ചെയ്യും, ആണീച്ച ആണ് ഉണ്ടാകേണ്ടതെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ് ആണീച്ച ഉണ്ടാകുന്നത്. അപ്പൊ റാണിയുടെ സ്പെർമാത്തിക്കയില് ഈ സ്പേം ഇരിക്കുമ്പോൾ സ്പേം ടച്ച് ചെയ്യാതെ കുറെ എഗ്ഗുകൾ ഇടും, അതെല്ലാം ആണീച്ചകളായിട്ട് മാറും. ഫെർട്ടിലൈസ് ചെയ്യുന്നത് സ്പെർമാത്തിക്കയിലുള്ള ട്യൂബിൽ കൂടെ അവൻ ഉടനെ ഈ ഓവത്തില് മുട്ടയില് ഒന്ന് സ്പർശിച്ചു വിടും, അതെല്ലാം വേലക്കാരി ഈച്ചകളായി മാറും. അത് ഫെർട്ടിലൈസ്ഡ് ആണ്. ഈ ഫെർട്ടിലൈസ്ഡ് പാർട്ടിൽ തന്നെ വിരിഞ്ഞിറങ്ങുന്ന ഈച്ചകളെ റോയൽ ജെല്ലി കൊടുക്കുമ്പോൾ അവനെല്ലാം റാണിയാവും. അപ്പൊ റാണി റോയൽ ജെല്ലിയുടെ പ്രത്യേകത, റോയൽ ജെല്ലി ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നൊരു പ്രത്യേകത അറിയോ? അതായത് 60 ദിവസം ജീവിക്കേണ്ടിയ ഒരു വേലക്കാരി ഈച്ച 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിക്കും. പിന്നെ അവന്റെ ഫിക്കണ്ടിറ്റി എത്ര കൂടും? അതായത് 750 മുതൽ 1000 മുട്ട പ്രതിദിനം ഇടാനുള്ള മികവ്.
അതൊക്കെയാണ് അതിന്റെ. ഇതിൽ ഈ ചൈനക്കാർ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിപ്പം തന്നെ റോയൽ ജെല്ലിയുടെ പ്രോഡക്റ്റുകൾ തന്നെ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് മെഴുകിന്റെ പ്രോഡക്റ്റുകളായാലും ഒത്തിരി. ഞാൻ ഒരു അനുഭവം, ഞാൻ ജർമ്മനിയിൽ ഒരിക്കൽ പോകുമ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയ ഒരു അമ്മച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അവരുടെ ശ്മശാനത്തിൽ പോയി. അപ്പം ശ്മശാനത്തിൽ നിന്ന് അന്ന് വെച്ച ഒരു പൂ ഞാനിപ്പോഴും ഓർമ്മിക്കും. അത് ഒരു ഫ്ലവർ ഉണ്ട്, മെഴുകിലുള്ള ഒരു ഫ്ലവർ, ഒരു തിരിയുമുണ്ട്. അപ്പം ആ ശ്മശാനത്തിൽ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച പുഷ്പാർച്ചന എന്ന് പറയുന്നത് മെഴുക് കൊണ്ടുള്ള ഒരു ഫ്ലവർ, അതിലൊരു തിരി. അപ്പൊ ഒരു വിളക്കും അവിടെ വയ്ക്കാം, ഒരു ഫ്ലവർ വയ്ക്കാം. അതാണ് അവരുടെ കൺസെപ്റ്റ്. അവർക്ക് ചെറിയൊരു സ്ഥലമേ ഉള്ളൂ, അവിടെ ഒരു പോസ്റ്റ് മാത്രം നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈ ഒരു ഫ്ലവർ ഞാൻ കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ ഐ സ്റ്റിൽ റിമെമ്പർ. അതാണ് ഈ മെഴുകിന്റെ ഒരു പ്രത്യേകത. പിന്നെ മെഴുകിന് വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. റോയൽ ജെല്ലിക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. പിന്നെ വേറൊരു സാധനങ്ങളുണ്ട്. അടുത്ത വേറൊരു പ്രോഡക്റ്റാണ് ബീ വെനം. ബീ വെനം എന്ന് പറയുന്നത് തേനീച്ച നമ്മുടെ ശത്രുക്കളെ കുത്തി ഓടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തേനീച്ചയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ആ ബീ വെനത്തിനകത്ത് ഉള്ള 36 കോൺസ്റ്റൻസ് ഉണ്ട്. എപ്പിടോക്സിൻ എന്ന് പറയുന്നത്. ആ എപ്പിടോക്സിനെ ഒരു പുതിയ ഗവേഷണം വന്നിട്ടുണ്ട് US-ൽ. ആ ഗവേഷണം എന്ന് പറയുന്നത് എപ്പിടോക്സിനുള്ള മെലറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നാനോ പാർട്ടിക്കിൾസും കൂടെ ചേർത്ത് എയ്ഡ്സ് രോഗികൾക്ക് കുത്തിവെച്ചപ്പോൾ എയ്ഡ്സ് രോഗബാധ ആ വൈറസിനെ മാത്രം ഇനാക്ടിവേറ്റ് ചെയ്തു. ഇപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താ, ഹെപ്പാറ്റൈറ്റിസ് ബിയില് അവരിപ്പം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ വരികയാണെങ്കിൽ ഇനി നമ്മൾ തേനീച്ചയെ വളർത്താൻ പോകുന്നത് തേനിന് വേണ്ടിയോ ഭയങ്കര റെവല്യൂഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മളെ ക്യാൻസറിന്റെ ഒരു പാട്ട് എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ച ഒരു സ്ഥലം വെട്ടിക്കളഞ്ഞിട്ട് കീമോസ്റ്റെറിലന്റ് കൊടുക്കുന്നതാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നത് ക്യാൻസർ ബാധിച്ച ഒരു വൈറസിനെ ഈ നാനോ പാർട്ടിക്കിൾസും ഈ മെലറ്റിനും കൂടെ ചേർത്ത് ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഭാഗം മുറിച്ചു കളയേണ്ടിയ ഒരു സാഹചര്യത്തിൽ നിന്നും മാറ്റം വരും. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിലെ ഗവേഷണങ്ങളും തേനീച്ച വളർത്തലിന്റെ സാധ്യതകളും ഒരു പുതിയ ഡൈവേഴ്സിഫിക്കേഷനിൽ പോവാണ്. സോ റിയലി ഗ്ലാഡ്. ഇത്രയും വലിയൊരു സാധ്യത ഈ ഒരു തേൻ അല്ലെങ്കിൽ തേനീച്ചയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം പുതിയൊരു അറിവായിരിക്കും എനിക്കും പ്രേക്ഷകർക്കും ഒരുപോലെ. എന്നാലും ഇനിയുള്ള ഇങ്ങനെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഈ സാധ്യതകൾ ലോകത്തിന് മുന്നിലേക്ക് തന്നെ തുറന്നിടപ്പെട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. സാർ, ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ വിട്ടുപോയൊരു ആൻസർ ആയിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തരം തേനീച്ചകൾ ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ തരം തേൻ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാർ ഒന്ന് പറയുമോ അതിനെ പറ്റിയിട്ട് എന്തൊക്കെ തേനുണ്ട്? തേനിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് മേജറായിട്ട് നമുക്ക് പറയുന്നത് കോംകണി, അതായത് ഈ എക്സ്റ്റേണൽ സെല്ലിനകത്ത് നല്ല സീൽ ചെയ്തിരിക്കുന്ന കണിയാണ് കോംകണി. പിന്നെ ഉള്ളത് മേജറായിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഹണി. അത് നമ്മൾ എക്സ്ട്രാക്ട് ഹണിയാണ്. നമ്മൾ തേന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ കൂട്ടിൽ നിന്ന് എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് എടുക്കുന്ന തേനാണ് എക്സ്ട്രാക്ട് ഹണി. പിന്നീട് വേറെ ഒരുപാട് തരം ഹണിയുണ്ട്. അതായത് തേന് കുറച്ച് കോമ്പും തേനും കൂടെ ചേർത്ത ഹണി, തേൻ ഹണി. പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള ക്ലാസിഫിക്കേഷൻ ഏത് ചെടി എന്നുള്ള തേനനുസരിച്ചാണ്. ഉദാഹരണം കാർഡമം ഹണി, ഓക്കെ, കോഫി ഹണി, കാഷ്യൂ ഹണി, ലിച്ചി ഹണി, സൺഫ്ലവർ ഹണി, റബ്ബർ ഹണി, ഇങ്ങനെ കുറെ തരം ക്ലാസിഫിക്കേഷൻ. ഇത് ഏതിൽ ആയാലും തേനിന്റെ ഒരു ജനറൽ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആണ്. ചെറിയ സ്ലൈറ്റ് വ്യത്യാസമേ ഉള്ളൂ അതില്. അതായത് ഈ തേൻ എന്ന് പറയുന്ന സാധനവും നമ്മൾ തേനീച്ച എടുക്കുന്നത് നെക്ടറാണ്, പൂന്തേൻ. ആ പൂന്തേൻ എന്ന് പറയുന്നത് ഒരു സൂക്രോസ് ആണ്. നമ്മുടെ വെള്ള പഞ്ചസാരയുടെ തുല്യമായിട്ടുള്ള കോംപ്ലക്സ് ഷുഗർ. ഡയറക്റ്റ് എടുക്കുന്നത് കോംപ്ലക്സ് ഷുഗർ ആണ്. കോംപ്ലക്സ് സങ്കീർണ പഞ്ചസാര എന്ന് പറയാം, സങ്കീർണ പഞ്ചസാര.
തേനീച്ച ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഈ സങ്കീർണ പഞ്ചസാരയെ ലഘു പഞ്ചസാരകളായി മാറ്റുന്നതാണ്. തേനീച്ച തേനാക്കി അത് മാറ്റുമ്പോൾ നടക്കുന്ന പ്രക്രിയ. ഓക്കെ, അങ്ങനെ മാറ്റുന്ന ലഘു പഞ്ചസാരകളായ തേനില് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, പിന്നെ വേറെ ഒരുപാട് എൻസൈംസ്, പ്രോട്ടീൻസ്, മിനറൽസ്, അതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ സൂപ്പർ ഫുഡാണ് തേൻ. ഇനി തേനിന് 2 സവിശേഷതകളുണ്ട്. അതൊന്നും കൂടെ നമ്മൾ വിട്ടുപോയ പ്രശ്നമാണ്. അത് നാച്ചുറൽ പ്യുവർ തേനാണെങ്കിൽ അതിന് 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, തേന് കട്ട പിടിക്കും. 2, തേന് ഫെർമെന്റ് ചെയ്യും. കട്ട പിടിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഡെക്സ്ട്രോസ്, ഇത് 3 തേനിലുള്ള ഘടകങ്ങളാണ്. ഇതിന്റെ റേഷ്യോയിൽ വരുന്ന മാറ്റം അനുസരിച്ച് തേന് കട്ട പിടിക്കും. തേന് കട്ട പിടിക്കുമ്പോൾ നമ്മുടെ കർഷകർ വിചാരിക്കും ഇത് പഞ്ചസാര ഇറക്കിയതാണ് അല്ലെങ്കിൽ ചക്കരയാണ് എന്ന് വിചാരിക്കും. നാച്ചുറൽ പ്യുവർ തേനിന്റെ ഒരു ഇൻഡിക്കേഷനാണ്, ഫീൽഡിൽ നമുക്ക് കിട്ടിയ തേനിന്റെ ഇൻഡിക്കേഷനാണ് ഈ ക്രിസ്റ്റലൈസേഷൻ. കട്ട പിടിച്ചു കിടക്കും. ആ കട്ട പിടിച്ചതിന് ഒന്നും നമ്മൾ വിഷമിക്കാനല്ല. കുറച്ച് ചൂടാക്കിയ വെള്ളത്തില് നമ്മുടെ തേനിന്റെ പാത്രം ഇറക്കി താഴെ വെച്ചാൽ അവിടെ എന്തോ ചെയ്യും, അത് ഉടനെ മെൽറ്റ് ചെയ്ത് നോർമൽ തേനാവും. പിന്നീടുള്ള ഒരു സാധനമാണ് ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ ഒരു രീതിയിലാണ് അത് വരുന്നത്. അത് ഫെർമെന്റേഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേനില് 22-ന് മുകളിലുണ്ട് മോയ്സ്ചർ. അപ്പോൾ ഈ മോയ്സ്ചർ അധികമായിരിക്കുന്ന തേന് ഓസ്മോഫിലിക് ഈസ്റ്റുമായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് അവൻ അതിനകത്ത് കയറി അവൻ ഈ മോയ്സ്ചർ കൂടുതലിരിക്കുന്ന തേനിനെ ഉടനെ ഒരു കെമിക്കൽ റിയാക്ഷൻ പോകും. ആ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ആൽക്കഹോൾ ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് വരും, വിനീഗറായിട്ട് തീരും, ചാരായവും ഫോം ചെയ്യും. അപ്പൊ ഈ തേനിലുള്ള ചാരായം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിദേശികളുണ്ട്. ഭയങ്കര വിലയും കിട്ടും. അതിനും ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സും തേനിന്റെ തനതായ ക്യാരക്ടേഴ്സാണ്. ഇതാണ് അതിന്റെ ക്യാരക്ടേഴ്സ്. അപ്പം നമ്മുടെ ശുദ്ധമായ തേനാണ് ഫെർമെന്റ് ചെയ്യുന്ന തേന്. പിന്നെ ഉള്ള തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിദേശികൾ ഇഷ്ടപ്പെടുന്നത് ആ തേന്, അതായത് ഈ ജർമ്മൻസിന് ഭയങ്കര ഇഷ്ടം ലിക്വിഡ് തേനാണ്. അത് അവര് ആ തേനിങ്ങനെ കുട്ടികൾ കുടിക്കണം. അവിടെ ജർമ്മൻ തീന്മേശയില് എപ്പോഴും തേന് കുട്ടികൾ, അവരുടെ മുഖം കണ്ടിട്ടില്ലേ, ഭയങ്കര ഭംഗിയാണ് അവരുടെ മുഖം. എന്നുവെച്ചാൽ അവര് തേനെ നിത്യം ഉപയോഗിക്കുന്നതാണ് അവര്, ബ്രെഡിലും എല്ലാം. അവിടെയും നമുക്ക് ഈ എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഹണി അത് നമുക്ക് ഉണ്ടാക്കാം. തേനിനെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യിപ്പിക്കാം. ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടിയാൽ ഈ ബ്രെഡിന്റെ ഇടയിൽ വെച്ച് സാൻഡ്വിച്ച് പോലെ കഴിക്കാനായിട്ട് ആ സംസ്കാരം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതും വി ക്യാൻ മേക്ക്. അതിനുള്ള ടെക്നോളജിയും ഉണ്ട്. പിന്നെ അധികം നമുക്ക് പൂമ്പൊടി അധികം ഉണ്ടെങ്കിൽ ആ പൂമ്പൊടി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് അത് ന്യൂട്രാസ്യൂട്ടിക്കലായിട്ട്, പ്രത്യേകിച്ചും വയസ്സായ ആളുകൾക്ക് ഖരപദാർത്ഥങ്ങൾ കഴിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അതൊരു വലിയ ഫുഡ് സ്റ്റെപ്പാണ്. അപ്പൊ അതും പോസിബിൾ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർഷകരുടെ കൂട്ടായ്മ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് ശുദ്ധമായ തേൻ അവിടെ കിട്ടും എന്നുള്ളൊരു ചോദ്യം വരുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു എന്താണ് ദേവ് ഹണി, അത് എന്റെ പേരിൽ വേറെ ആരും അഡൾട്ടറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്റെ തന്നെ ഉത്തരവാദിത്വത്തില് ദേവ് ഹണി എന്നുള്ള ഒരു ബ്രാൻഡഡ് തേനെ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണ്. ദേവ് ഹണി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 19.2 ആണ് എന്റെ മോയ്സ്ചർ പെർസെന്റേജ്. അപ്പൊ നമുക്ക് കേരളത്തിലെ ഇന്ത്യയിലുള്ള ഏത് മാർക്കറ്റിലും ഓപ്പൺ ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു തേനാണ് അത്. ഞാൻ ആദ്യം വിചാരിക്കുന്നത് നമ്മുടെ ആദ്യം ഈ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക, അവരത് സർട്ടിഫൈ ചെയ്യുക, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഞാൻ ആർട്ടിഫിഷ്യൽ തേനും ഈ തേനുമായിട്ടുള്ള കമ്പാരിസൺ വരുമ്പോൾ പിന്നെ ഇതേ വാങ്ങിക്കാൻ പറ്റും. ആരും വേറൊരു തരത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇത് എല്ലാം ഈ നമ്മുടെ കേരളത്തിന് മുഴുവൻ കൊടുക്കുക, എവിടെ വേണം കൊടുക്കാം. അപ്പൊ അപ്പോഴും വി വിൽ ഹാവ് എ മാർക്കറ്റിംഗ് ലിങ്കേജ് വിത്ത്
ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനസ് എപ്പിക്കൾച്ചറിസ്റ്റ്. അങ്ങനെയും കൂടെ പോപ്പുലറൈസ് ചെയ്തുകൊണ്ട് വരികയാണ്. തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനസ് എപ്പിക്കൾച്ചറിസ്റ്റിൻ്റെ ഏപ്പിയറിയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അതിൻ്റെ ട്രഷറായ ശ്രീ എസ് എ ജോൺ അവറുകൾ തേനീച്ചയിലെ വളരെ വിദഗ്ധനാണ്. പ്രത്യേകിച്ച് ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം വെള്ളായണി കാർഷിക കോളേജിലെ തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രം ഇതിൻ്റെ ഭാരതത്തിൽ ആദ്യമായി ചെറുതേനീച്ചയെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനുള്ള സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുമ്പോൾ സാറും കൂടെ ചേർന്നാണ് ഞങ്ങൾ അതിൻ്റെ എല്ലാ വിദ്യകളും രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ച, എല്ലാ തേനീച്ചയുടെ ജനുസുകളിലും പ്രത്യേകിച്ച് ചെറുതേനീച്ചയിലും വളരെ വൈവിധ്യം നേടിയ ശ്രീ എസ് എ ജോൺ സാറ് മോഡൽ സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷവും അദ്ദേഹം തേനീച്ചയുമായി വളരെ ഇഴുകിച്ചേർന്ന് ഏറെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ ഏപ്പിയറി എന്നുള്ള നിലയിൽ ഇവിടെ വിവിധ തരം ജനുസുകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ച, ചെറുതേനീച്ച, അതുപോലെ തന്നെ നമ്മൾ കോൽ തേനീച്ചയിലും ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട്. അത് എത്ര നാൾ നമുക്ക് വയ്ക്കാൻ പറ്റും. പക്ഷെ അതെല്ലാം ദേശാടന സ്വഭാവമുള്ള ജനുസാണ്. നമ്മൾ കൂട്ടിൽ വെച്ച് വളർത്തിയാലും കൂട്ടിലിരിക്കാൻ അതിനൊരു അല്പം പ്രയാസമുണ്ട്. അതിൻ്റെ ഭക്ഷണം അന്വേഷിച്ച് പുതിയ സ്ഥലങ്ങൾ നോക്കി പോകുമ്പോൾ അവൻ പൊക്കളയും. അപ്പോൾ ഇപ്പം നമ്മൾ ശ്രീ എസ് എ ജോൺ സാറിൻ്റെ ഏപ്പിയറിയിലെ ഫിയയുടെ ഏപ്പിയറിയിലെ ചെറുതേനീച്ചയെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച്, ചെറുതേനീച്ചയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ശ്രീ എസ് എ ജോൺ സാറ് അതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മളെ കാണിക്കാൻ പോവുകയാണ്. നമുക്ക് ആ വിഷ്വൽസ് എല്ലാം കാണാം. ഇത് അതിൻ്റെ പുഴു വളർത്തുന്നതിൻ്റെ പുഴു മുട്ടയെല്ലാം ആ ഗോളങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല തേന് ശുദ്ധമായിട്ട് എടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഇത് എടുക്കുന്നതാണ് പ്രത്യേകത. വളരെ ശരീരത്തിൽ ഒരു ഈച്ചയുടെ ശരീരം തട്ടരുത്, വളരെ അവന് ഡിസ്റ്റർബൻസ് കൊടുക്കരുത്. ആ കൊടുത്താലാണ് അവൻ കുത്തുന്നത്. സീലിംഗ്, തേനീച്ചയുടെ സീലിംഗ് എന്നാണ്. ഒരു പ്രാവശ്യം തേനെടുത്ത് കഴിഞ്ഞാൽ അടുത്തൊരു 8-10 ദിവസത്തിനകത്ത് തേൻ സുലഭമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തേൻ നിറച്ചതിന് ശേഷം ഈച്ച അതിൽ മോയ്സ്ചർ അഡ്ജസ്റ്റ് 20-22% വരെ ആക്കിയിട്ട് അത് സീൽ ചെയ്യും. ആ സീൽ മാറ്റിയാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കും. ഇത് സീൽ മാറ്റുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഈ കത്തി ഉപയോഗിച്ചാണ് സീൽ മാറ്റിയത്. ഇങ്ങനെ കത്തി മാറ്റി ഇങ്ങനെ സീൽ മാറ്റി തേൻ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ചിലപ്പോൾ ഒരു പുഴു, കുറച്ച് മെഴുക്, തേനീച്ച, വലിയ മുഴുത്ത തേനീച്ചയൊക്കെ അതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ തേനിനെ മാറ്റി ഉടനെ ഒരു കാനിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം വരും. തേന് പെട്ടെന്ന് ഫെർമെന്റ് ചെയ്തു പോകും, തേൻ പുളിച്ചു പോകും. അത് ഒഴിവാക്കാനായിട്ട് ഫീൽഡിൽ വെച്ച് തന്നെ നമ്മൾ അരിച്ചിട്ടാണ് കാനുകളിലേക്ക് സൂക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഏതാണ്ട് ഒരു 3 മാസത്തോളം നമുക്ക് റോ ഹണി ഇഷ്ടം പോലെ നമുക്ക് വിൽക്കാൻ പറ്റും. ഇത്രയും സമയം നമ്മോടൊപ്പം ഇരുന്നിട്ട് ഒരുപാട് തേനീച്ച വളർത്തലിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതായത് ബേസിക് കാര്യങ്ങൾ A to Z എന്നും തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും സാർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു തുടക്കക്കാരന് എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുക, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ച് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാറിന്റെ ഈ ഹെൽത്ത് ഡ്രിങ്ക്, ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ആഗോളതലത്തിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളും, അങ്ങനെ ഒട്ടനവധി നമ്മൾ പ്രേക്ഷകർ കേൾക്കാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ഒരു തേനീച്ച വളർത്തലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സാർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. ബൈ.